ഓം ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ബോധനാഥ സദാനന്ദ സർവബോധദയാപര രക്ഷ മഹാബാഹു ശസ്തേ സ്തുഭ്യം നമോ. ചാത്തന്നൂർ SNDP യൂണിയൻ ആദരണീയ പ്രസിഡൻറ്റ്, സെക്രട്ടറിയുടെ മോൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നിന്നും വൈദ്യരുടെ ഒരു ക്ലാസ് വേണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നുന്നത് 4-5 വർഷമായിട്ട് ചാത്തന്നൂർ SNDP യൂണിയനിൽ നിന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സൗകര്യവും ഇവിടുത്തെ സൗകര്യവും പലപ്പോഴും ഒക്കാതെ വരികയും, എന്നാൽ ഇന്ന് ഈ ഭഗവാൻ അധിവസിക്കുന്ന ശിവഗിരി കുന്നിൻ്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ചാത്തന്നൂർ SNDP യൂണിയൻ്റെ ഓഡിറ്റോറിയത്തിൽ നല്ല സജ്ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്താനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ഭഗവാനോടും ഇതിൻ്റെ ഭാരവാഹികളോടും വിശേഷം എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. കുടുംബ ജീവിതവും ആരോഗ്യവും എന്നൊരു വിഷയമാണ് എന്നോട് യൂണിയൻ സെക്രട്ടറി ആവശ്യപ്പെട്ടത്. പ്രസിഡൻ്റ് പറഞ്ഞപ്പോൾ നാട്ടുവൈദ്യവും ആയുർവേദവും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുമൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രസിഡൻ്റ് പറഞ്ഞതെങ്കിലും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത്രയും ദൂരം ഏകദേശം 200 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്ത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ ശിവഗിരി കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ണിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും നമ്മൾക്ക് ആശയ വിനിമയങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ പരസ്പരം സംസാരിക്കാത്തത് കൊണ്ടും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും പലപ്പോഴും ജീവിതം നമ്മുടെ ജീവിത വഴിത്താരകൾ വിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങൾക്ക് വലിയ പ്രസക്തിയാണ് ഇന്ന് ലോകമെമ്പാടും സ്വീകരിക്കുന്നത്. പലപ്പോഴും ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർ അവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയ തലങ്ങളിലും ഭൗതിക തലങ്ങളിലുമുള്ള ശ്രദ്ധയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഭഗവാന്റെ ധർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും ജീവിതത്തിൽ പരാജയം നുണയുകയില്ല. അത് വ്യക്തമായി പഠിക്കാനും അറിയാനും സാധിക്കുന്നിടത്താണ് നല്ല ഒരു കുടുംബജീവിതം സാത്വികമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സാത്വിക സന്മാർഗ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോക മാനവികതയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആപ്തവാക്യങ്ങൾ, സൂക്തങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ആത്മീയ തലങ്ങളിലും ഭൗതിക സൗകര്യങ്ങളിലും ഒക്കെ ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പ് പോലെ, ഒരു വരദാനം പോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മാനവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ അത്ഭുത സിദ്ധികൾ ഇന്നും ലൈവായിട്ട് നിന്നിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വളരെ ചെറിയ വിഭാഗം ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ 90% ജനങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ നെഞ്ചിലേറ്റി ജീവിത വഴിത്താരകളിൽ പകർത്തിയപ്പോൾ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, ആ ഈശ്വരീയ മഹാനുഭാവൻ്റെ ദർശനങ്ങളുടെ പ്രസക്തികളും ജീവിതങ്ങളിൽ ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ് വലിയൊരു കാര്യം. പക്ഷെ നമ്മൾ വിശകലനം ചെയ്യില്ല. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു താളപ്പിഴകൾ സംഭവിച്ചാൽ പോലും നമ്മളതിനെ നെഗറ്റീവ് സൈഡുകളോടുകൂടി സ്വീകരിക്കുന്നവരാണ്. സങ്കടം വന്നാൽ സങ്കടപ്പെട്ടിരിക്കുക, സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുക. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രതിഫലിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുകയും, നമ്മൾ ശരിയായ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ, വീഴ്ചകൾ സംഭവിച്ചാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കാത്തവൻ മനുഷ്യനല്ല. സങ്കടങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കണം. പരാജയം വന്നാൽ അടുത്ത വിജയത്തിൻ്റെ പാതകളിലേക്ക് കുതിക്കണം. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിച്ചാൽ, ആരെങ്കിലുമൊക്കെ പുച്ഛിച്ചാൽ, ആരെങ്കിലുമൊക്കെ കളിയാക്കിയാൽ, ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ ഉടൻ തളർന്നു പോകുന്ന ഒരു ശരീരമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനുഷ്യരല്ല. ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി
ഈശ്വരൻ നമ്മൾക്ക് ജന്മം തന്നിട്ട് ആ സൗഭാഗ്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്കൊന്ന് സാധിക്കണ്ടേ? എല്ലാ ആകാരഭംഗികളും സൗന്ദര്യങ്ങളും ഒക്കെ തന്നിട്ടും അറിവുകളൊക്കെ തന്നിട്ടും നമ്മൾ നമ്മളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ നോക്കുന്ന കണ്ണുകൾ മറ്റ് തലങ്ങളിലേക്കാണ്, മറ്റുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കഴിവുകളിലേക്ക് ഒരിക്കലും നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. നമ്മൾക്ക് വേണ്ടത് എന്താണ്? കുറച്ച് കാലമേ ഈ ഭൂമിയിലുള്ളൂ. ആ കുറച്ച് കാലം ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി അതിജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ആ സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി. പലപ്പോഴും നമ്മുടെ കഴിവുകളിലേക്ക് പോകാത്തത് കൊണ്ടും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയത എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുമാണ് പലർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയം നേരിടുന്നത്. ആരോഗ്യകരമായ ഒരു ജീവിത അന്തരീക്ഷം ഇന്ന് എനിക്ക് തോന്നുന്നത് പ്രീ മാരേജ് കൗൺസിലിങ്ങുള്ള കുട്ടികൾ കുറച്ച് പേരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ ജീവിതം തുടങ്ങുമ്പോൾ പരസ്പരമുള്ളൊരു വിശ്വാസം, എപ്പോഴും എല്ലാവരും മാരേജ് നടക്കുന്ന സമയത്ത് പറഞ്ഞ പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ കഴിയണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത് അനുഭവങ്ങളായിരിക്കണം. അക്കാദമിക് തലങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ രചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പാഠ്യേതര വിഷയങ്ങളാണെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉടലെടുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം സജ്ജമാകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കുള്ളൊരു മൂല്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതൊരു അർദ്ധനാരീശ്വര സങ്കല്പം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുദേവൻ കൈവച്ചിരിക്കുന്ന മേഖലയും അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയകളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കണ്ടിട്ട് അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം എവിടെ പോയി നിൽക്കും? 53% ഡിവോഴ്സ് കേസുകളായി ഇന്ന് കേരളത്തിൽ. എവിടെ സംഭവിച്ചു? നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത്, നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ വീട്ടിലുണ്ടായെങ്കിൽ അതിനെ ക്ഷമയോടെ ധൈര്യത്തോടെ നേരിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ക്ഷമയില്ല, ധൈര്യമില്ല. ഒരു വീട്ടിൽ ഒരു ശബ്ദമുണ്ടായാൽ ഉടൻ എടുത്തടിച്ചതുപോലെ മറുപടിയാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ബട്ടൺ അമർത്തിയാൽ അമേരിക്കയിൽ നിന്ന് സംസാരിക്കുന്ന ആളെ കാണാം, അത്രയും സ്പീഡാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവ് കടന്നു വരുമ്പോഴത്തേക്ക് ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാൽ എന്നതാണ് ഈ വീടിൻ്റെ വാതിക്കെ കിടക്കുന്നത് വെച്ചാൽ എന്താണ് കാര്യം എന്ന് തിരിഞ്ഞു നിന്ന് നമ്മൾ ചോദിക്കും. ഒരു 30 സെക്കൻഡ് ക്ഷമയോടെ നിന്ന് ഭർത്താവ് പറയുന്നതൊന്ന് കേട്ടിട്ട് അതിനൊരു മറുപടി പറയാനുള്ള ക്ഷമ പുതിയ തലമുറയ്ക്കുണ്ടോ? നിങ്ങളൊരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കണം. 1 മിനിറ്റ് ഒന്ന് ക്ഷമയോടെ കേൾക്കണം. വീട്ടിലൊരു ശബ്ദം ഉടലെടുക്കുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഒന്ന് കൈകെട്ടി ഒന്ന് 30 സെക്കൻഡ് ഒന്ന് നിൽക്കണം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ചോദിക്കണം, അല്ല ചേട്ടൻ എന്താണ് ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞത്? ഇതെല്ലാം ഇവിടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ഞാനാണോ അതിനെന്നാണോ? ചേട്ടൻ അറിയാമോ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എത്ര സമയമായെന്ന്? എന്തൊക്കെ ചെയ്തെന്ന് ചേട്ടൻ അന്വേഷിച്ചായിരുന്നോ എന്ന് നമ്മൾ അതിനുള്ളൊരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അലങ്കോലമാകുമോ? സൗണ്ട് വരുമോ? ഓ സോറി അടി, ഞാനത് കയറി വന്ന് കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ദേഷ്യം വന്നു, അന്നേരം ഞാനത് പറഞ്ഞതാണ്, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ആര്? ഭർത്താവ് ഭാര്യയോട് പറയണം. പറയുമോ? ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ക്ഷമ പറയില്ല. എന്താണ് കാരണം? വേറെ എവിടെ പോയി ക്ഷമ പറയും? സർക്കാർ ആഫീസിൽ പോയി ക്ഷമ പറയും, പാർട്ടിക്കാരോട് ക്ഷമ പറയും, ലോകത്തെവിടെ വേണമെങ്കിലും ക്ഷമ പറയും. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട അർദ്ധനാരീശ്വര സങ്കല്പമുള്ള ഇണചേർന്ന് നിൽക്കേണ്ട ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ ദൃഢമാക്കേണ്ടവരാണ് പരസ്പരം ക്ഷമ പറയേണ്ടവർ. പറയുമോ? എത്ര കുടുംബങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ? എനിക്കൊരു തെറ്റ് പറ്റി എൻ്റെ രാജുക്കുട്ടി, നീ എന്നോടൊന്ന് ക്ഷമിച്ചേര് എന്ന് പറയുമോ? എൻ്റെ രാജു ചേട്ടാ, എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ ചേട്ടൻ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയത്, ഇനി മേലല്ലത് ഉണ്ടാകില്ല കേട്ടോ, എൻ്റെ പൊന്നല്ലേ, ഒന്ന് പറയുമോ? ഒന്ന് തൊടുമോ? ഒരു സ്നേഹത്തോടെ ഒരു പുഞ്ചിരി കൊടുക്കുമോ? കൊടുക്കില്ല. കാണുന്നത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പകരുന്നതാണോ ജീവിതം എന്ന് പറയുന്നത്? നമ്മുടെ പൂർവികർ പകർന്നു തന്ന അനുഭവ സമ്പത്തിലൂടെ ജീവിതത്തെ വഴികാട്ടിയായി കാണിച്ചു തന്നിട്ട്, മാതൃക കാണിച്ചു തന്നിട്ട് നമ്മൾ ആ ജീവിതത്തെ നെഞ്ചിലേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ പുതിയ യുഗത്തിലെ ജീവിത അവതാരങ്ങളായിട്ട് നിങ്ങൾ മാറുകയാണോ? ശ്രദ്ധിച്ചു നോക്കണം.
ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പരാജയം നുണയാതെ ജീവിതത്തെ നേരിടണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട തണൽ ഏതാണെന്നറിയാമോ? ആദ്യം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യം. മാതാവിനെ എന്തുകൊണ്ടാണ് ഋഷീശ്വരന്മാർ കൊണ്ട് ആദ്യം കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്? മാതാവിനെ എന്ന ദൈവത്തെ കൊണ്ട് വെച്ചാൽ പോരായിരുന്നു? ഈ സകല ചരാചരങ്ങൾക്കും അധിപനായിരിക്കുന്ന ദൈവത്തെ കൊണ്ട് ആദ്യം ഋഷീശ്വരന്മാർ വെച്ചില്ലല്ലോ. എന്തിനാണ് മാതാവിനെ കൊണ്ട് ആദ്യം കൊടുത്തത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 12 ആഴ്ച 3 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു മനുഷ്യ ശരീരം ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവിടുമ്പോൾ അവിടം തൊട്ട് തുടങ്ങുന്നു ആ മാതാവിന്. ആ ശിശുവിൻ്റെ ഓരോ വളർച്ചയിലും മാതാവിൻ്റെ ഗർഭപാത്രങ്ങൾ വികസിക്കുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ബാക്ക് ഡിസ്കുകൾ, സ്കിന്നുകൾ, പേശികൾ, നെർവുകൾ എല്ലാം അകന്നു കൊടുക്കുമ്പോൾ അതൊരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് ചരിയാൻ മേല, നിവരാൻ മേല. 7 മാസമാകുമ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കത്തില്ല. 8 മാസമാകുമ്പോൾ ചരിഞ്ഞു കിടക്കത്തില്ല, നിവർന്നു കിടക്കത്തില്ല. കാലിൻ്റെ മസലുകളെല്ലാം വലിച്ചു പിടിക്കുന്നു, വിരലുകളെല്ലാം കോച്ചി പിടിക്കുന്നു. അങ്ങനെ 9 മാസത്തിനും 10 മാസത്തിനും ഇടയ്ക്ക് ഇറുകി പിടിച്ച് 2 കിലോ 800 ഗ്രാമുള്ള 3 കിലോയുള്ള ഒരു മാംസത്തെയാണ് ആ മാതാവിൻ്റെ നെഞ്ചിലേക്ക് കൊടുക്കുന്നത്. കണ്ണിൻ്റെ സ്ഥാനത്തൊരു വര മാത്രം കാണും, ചുണ്ടിൻ്റെ സ്ഥാനത്തൊരു ചുവന്ന ലൈൻ, ഒരു ലിപ്സ്റ്റിക് ഇട്ടതുപോലെ. മൂക്കിൻ്റെ സ്ഥാനത്ത് ഹോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ഇറുകിയിരിക്കുന്ന ഒരു മനുഷ്യരൂപം പോലും അല്ലാത്തൊരു മാംസത്തെ ഒരു മാതാവും പിതാവും നെഞ്ചിലേറ്റിയാണ് അതിനെ LKGയിലായി, UKGയിലായി, 1ലായി, 10ലായി, ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്തയച്ച് പഠിച്ചു. അത് കഴിയുമ്പോൾ, ആ വിദേശത്ത് പോയി കഴിയുമ്പോൾ തിരിച്ചു വന്ന് മാതാവിനെയും പിതാവിനെയും കൂടെ സബോള ചാക്കിനകത്താക്കി അടുത്ത വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. എന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യാണ്. പപ്പാ, മമ്മി, മുഖം ഒന്ന് കാണട്ടെ, എൻ്റെ പൊന്നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അമ്മയെയും അച്ഛനെയും ഋഷീശ്വരന്മാർ 1ഉം 2ഉം സ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മാതാവിൻ്റെ വിഷമതകൾ. അതാണ് മാതാവ്. രണ്ടാമത് പിതാവ് വണ്ടിക്കാള. എന്താണ് ഈ പിതാവ് വണ്ടിക്കാള എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചു നോക്കിക്കോ. പുരുഷനെ വണ്ടിക്കാള കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വണ്ടിയിലേക്ക് നിങ്ങൾ എന്തെല്ലാം ഇട്ടുകൊടുത്താലും ഒരു തുള്ളി കണ്ണീര് വരാതെ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു സാധനമാണ് പിതാവ്. അച്ഛൻ ദുഷ്ടനാണ്, അച്ഛന് സ്നേഹമില്ല, അച്ഛനൊരു സന്തോഷത്തിൽ വർത്താനം പറയല്ല, അച്ഛനൊരു വിനോദങ്ങൾക്കൊരിടത്തും കൊണ്ടുപോകത്തില്ല, ഒരു യാത്ര പോകാൻ നടന്നാൽ അതിന് തടസ്സം പറയും, നല്ലൊരു വസ്ത്രം മേടിക്കാൻ തുടങ്ങിയാൽ നീ നാൾ മേടിച്ചതല്ലേ, ഒരു ചെരുപ്പ് മേടിക്കാൻ തുടങ്ങിയാൽ നീ നാൾ മേടിച്ച ചെരുപ്പ് എന്തേടാ, ഇതിനൊക്കെ ഇതിന് മാത്രം ചെലവ് എവിടുന്നാടാ, നീ എവിടെ പോയിട്ട് വരുന്നാടാ, എന്താണ് ഇത്രയും താമസിച്ചത്? എല്ലായിടത്തും തടസ്സം അച്ഛനാണ്. അച്ഛൻ്റെ തുള്ളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരില്ല. കാരണം കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ജനനത്തിൻ്റെ ചിലവുകൾ, LKG ചേർത്താൽ അവിടുത്തെ ചിലവുകൾ, UKG ചേർത്താൽ അവിടുത്തെ ചിലവുകൾ, സ്കൂളിൽ കൊണ്ട് ചേർത്താലും ഡിഗ്രി പഠിപ്പിച്ചാലും കല്യാണം കഴിച്ചാലും, ഇനി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായാലും, ഇനി അവരുടെ വീട് കാണാൻ പോകുമ്പോൾ അലമാരി തൊട്ട് ആഭരണം തൊട്ടുള്ള കൊണ്ടുപോകാനും, ഇനി അഥവാ അവിടെ കലഹമുണ്ടാക്കി ഡിവോഴ്സായി തിരിച്ച് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ചു വന്നാലും ചുമക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, അതാണ് പിതാവ്. ആ വണ്ടിക്കാളയാണ് നമ്മുടെ പിതാവ്. മാതാപിതാക്കളെ നെഞ്ചിലേറ്റ് ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിതത്തിൽ പരാജയം വരില്ല. അതാണ് ഋഷീശ്വരന്മാർ ആദ്യം കൊണ്ട് മാതാപിതാക്കൾക്ക് രൂപകൽപ്പന കൊടുത്തത്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാതാവിനെയും പിതാവിനെയുമാണ്. 3ാം സ്ഥാനത്താണ് ഗുരുവിനെ കൊണ്ട് കൊടുത്തത്, പ്രകാശം പരത്തുന്ന സ്വരൂപൻ ഗുരു. 4ാം സ്ഥാനത്താണ് ഈശ്വരൻ. പലപ്പോഴും മാതാപിതാക്കൾ അന്നവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ ജീവിക്കുമ്പോഴും, നല്ല മരുന്നുകൾ പോലും ഇല്ലാതെ ജീവിക്കുമ്പോഴും അമ്പലത്തിൽ കൊണ്ടുപോയി സ്വർണത്തിൻ്റെ കൊടിമരം പണിത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉരുളി കമഴ്ത്തുന്നവരുണ്ട്, ക്ഷേത്രങ്ങളിലേക്ക് ധാരാളം വഴിപാടുകൾ കൊടുക്കും. ഭഗവാൻ ഇപ്പം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കുന്നൊരു സ്ഥലമാണോ? മനുഷ്യന് ഭൂമിയിൽ കർമ്മം ചെയ്യേണ്ട സമയത്ത് അവൻ കർമ്മനിരതമായെങ്കിൽ മാത്രമേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കർമ്മത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചാൽ നമ്മുടെ ഈശ്വരൻ നമ്മളെ തേടി വരികയില്ല, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ വാക്കുകൾക്ക് ശുദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതിനൊരു സ്നേഹത്തിൻ്റെ തളിരിണയുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ശരീരത്ത് കുടികൊള്ളുന്ന ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ നാവ് കൊണ്ട് ആരെങ്കിലും വിഷമിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരൻ ഉണ്ടാകുമോ? നിങ്ങൾ ആരെങ്കിലും വിദ്വേഷത്തോടോ പകയോടുകൂടോ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വര ചൈതന്യമുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് കുടിയിരിക്കുന്നിടത്ത് വളരെ ശുദ്ധതയുണ്ടായിരിക്കണം. അത് കഴകം നടത്തിയ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈശ്വര ചൈതന്യമുള്ളത്. അവിടെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലൊന്ന് ഈശ്വരനെ പ്രതിഷ്ഠിച്ചൂടെ? ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രസക്തമായി വരുന്നത് ശരിയായ ഈശ്വരീയതയാണ്.
ആ ഈശ്വരീയതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സാത്വികമായ ജീവിതചര്യകളാണ്. അവിടെ അസ്വാരസ്യങ്ങൾ കടന്നു വരാൻ പാടില്ല. കൂട്ടായ ചർച്ചകളുണ്ടാകണം, വിട്ടുവീഴ്ചകളുണ്ടാകണം. 4 ചുവരുകൾക്കുള്ളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമ്മുടെ ദേഷ്യവും കലഹവും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നമ്മൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാനൊരു വൈദ്യനായതുകൊണ്ട് പറയാണ്. ഞാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശിവഗിരിക്കുന്നിൽ സച്ചിദാനന്ദ സ്വാമിയുടെ കീഴിൽ ദിവസങ്ങളോളം വന്നിവിടെ പ്രഭാഷണ പരമ്പരകൾ പഠിച്ചിട്ടുണ്ട്. ഈ ശിവഗിരിയുടെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങളോട് പറയാം. ഈ മണ്ണിൽ കിടക്കുന്നവരല്ലേ, ഞാനൊക്കെ ആ പ്രഭാഷണം പഠിക്കുന്ന സമയത്ത് 3 മണിക്ക് എഴുന്നേറ്റ് 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ കുളികളും കഴിഞ്ഞ് നേരെ ആ മഠത്തിൻ്റെ മുകളിലേക്ക് നടന്നു പോകും. അവിടെ അലർജി ഉള്ളവനും തുമ്മലുള്ളവനും ആസ്മയുള്ളവനും ജ്വരമുള്ളവനും സോറിയാസിസ് ഉള്ളവനും ആര് ചെന്നാലും അതിനെ നെഞ്ചിലേറ്റാൻ പറ്റുന്ന കാലാവസ്ഥയുള്ള ഈ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ശിവഗിരിക്കുന്നാണ്. ഒരുത്തനൊരു തുമ്മലും വരില്ല, ചീറ്റലും വരില്ല, ശ്വാസം മുട്ടലും വരില്ല, പ്രഷറും കൂടില്ല, ആസ്മയുമില്ല, അലർജിയുമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ തീർത്ഥാടന കാലത്ത്, ശിവഗിരി തീർത്ഥാടന കാലത്ത് ഏതെങ്കിലും ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഏതെങ്കിലും ഒരു ഭക്തന് ആക്സിഡൻറ്റ് സംഭവിച്ചതായിട്ടോ ഹൃദയാഘാതം വന്ന് മരിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ ശിവഗിരിയിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് റോഡ് നിറഞ്ഞൊഴുകുമ്പോഴും എന്തേ ഒരാൾക്ക് പോലും ഒരു അപകടം സംഭവിക്കാത്തത്? ശരിയാണോ ഇല്ലയോ ചാത്തന്നൂരുകാരെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കി ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ആറ്റിങ്ങലല്ലേ കപാലീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആറ്റിങ്ങൽ കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കേ. അവിടെയുള്ള ഏതെങ്കിലും കിണറുകളിൽ ശുദ്ധമായ വെള്ളം കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ പറയൂ, ഉണ്ടോ ഇല്ലയോ? എവിടെയെങ്കിലും ഉണ്ടോ? കടൽ തീരത്ത് എവിടെയെങ്കിലും ഉപ്പില്ലാത്ത വെള്ളം കാണിച്ചു തരാമോ? ഉണ്ടോ ഇല്ലയോ? ഇനി വൈദ്യർക്ക് അജ്ഞതയാണെങ്കിൽ പറയണം, ഉണ്ടോ ഇല്ലയോ? എല്ലായിടത്തും കടലിൻ്റെ തീരത്തുള്ള കിണറുകളിലും കുളങ്ങളിലുമെല്ലാം ഒരു വെള്ളം, ഉപ്പ് വെള്ളം തന്നെയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള ആ കൈകൾ കൊണ്ട് തൃക്കരങ്ങൾ കൊണ്ട് വരച്ച ഒരു പാളമുങ്ങാനുള്ള വെള്ളം എന്നും ശുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞ ആ കിണറ്റിൽ മാത്രം എങ്ങനെ ഇപ്പോഴും ശുദ്ധമായ വെള്ളം നിലനിൽക്കുന്നു? കണ്ടിട്ടുള്ളവരല്ലേ നിങ്ങൾ? പോയിട്ടുള്ളവരല്ലേ നിങ്ങൾ? ആ വെള്ളം കോരി കുടിച്ചിട്ടില്ലേ? അതാ എങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല. ഈ കടപ്പുറത്ത് ഈ ഒരു കിണറ്റിൽ മാത്രം എങ്ങനെ വെള്ളം ശുദ്ധമാകുന്നു? പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു പയർ നട്ട് നോക്കിക്കേ. ആ പയർ വള്ളി എടുത്തു കഴിഞ്ഞാൽ അത് തെക്കോട്ടാണ് ആ വള്ളി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്ത് കൊണ്ട് ഒരു കമ്പ് കുത്തി കൊടുക്കണം. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആ വള്ളി ഈ വടക്ക് ഭാഗത്തുള്ള കമ്പിൽ ചുറ്റിപ്പിടിച്ച് കയറുന്നത് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ വിചാരമിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും നമ്മളെപ്പോലുള്ള ജീവനുള്ളവയാണ്. അതിനെ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നത്. വസ്തുതാ ബോധത്തെ തിരിച്ചറിയുന്ന മനുഷ്യന് മാത്രമേ ജീവിതത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരാജയം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഒരു കൂട്ടായ ചർച്ചകളിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ധനപരമായ മുന്നേറ്റമാണ് നമ്മുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായ ചെലവുകളെ നമ്മൾ അതിജീവിക്കണം. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഒരു കൂട്ടായ ചർച്ചകൾ തന്നെയില്ല. പണ്ടുകാലത്ത് നാമം ജപിച്ചാൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും മക്കൾ 5 പേരുമുണ്ടെങ്കിൽ 5 മുറിയുണ്ടെങ്കിൽ 5 മുറിയിലും ഒരു മൊബൈൽ ഫോൺ വെച്ച് അഹഹ ഓഹോഹോ ഇഹിഹി ആ വിലപ്പെട്ട സമയം കളയാണ് മനുഷ്യൻ. ഏതെങ്കിലും നേട്ടം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ? വിനോദം വേണ്ട എന്നല്ല വൈദ്യർ പറയുന്നത്, വിനോദമാകണം. പക്ഷേ മനുഷ്യൻ്റെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നാളെ വാർദ്ധക്യത്തിലേക്ക് കടന്ന് രോഗികളാകുമ്പോൾ തിരിച്ചാ സമയം വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങളുടെ ടൈം പീസിലെ സെക്കൻഡ് സൂചി, 1 സെക്കൻഡിൻ്റെ സൂചി നീ 1 സെക്കൻഡ് ഒന്ന് നിന്ന് തരാമോ എന്ന് ചോദിച്ചാൽ നിന്ന് തരുമോ? നമ്മൾ കളയുന്ന ഓരോ നിമിഷവും ഓരോ സമയങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ നുണയുന്നതാണ്. നമ്മളെപ്പോഴും മനുഷ്യനാണെങ്കിൽ കർമ്മനിരതമായി നിൽക്കണം. കർമ്മനിരതമായി നിൽക്കാൻ പറയുന്നിടത്തും കുറേ കാര്യമുണ്ട്. ഞാനൊരു ജോലി പഠിച്ചാൽ പിന്നെ ഞാൻ ആ ജോലിയെ ചെയ്യുള്ളൂ. എനിക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ, ഒരു വരുമാനമുണ്ടെങ്കിൽ ആ വരുമാന സ്രോതസ്സിനെ ഉയർത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമ്മുടെ വീട്ടിലില്ല. എന്നാൽ നിൽക്കുന്ന വരുമാന സ്രോതസ്, എൻ്റെ വർക്ക് 4 മണി വരെ ഉള്ളു, ഇനി എനിക്ക് 8 മണി വരെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, അടുത്ത 4 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് 1000 രൂപയുടെ പണിയെടുത്തില്ലേ, മാസം 30,000 രൂപ ശമ്പളമുണ്ട്, അതുമതി എന്ന് ജീവിക്കുന്നവരാണ്. ഓരോ അനുനിമിഷങ്ങളിലും നമ്മൾ കർമ്മനിരതമായി നിൽക്കാൻ ശ്രമിക്കണം.
ഒരു മനുഷ്യനെപ്പോലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഏതാണ്ടൊക്കെ ആയി എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവാം. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നമ്മൾ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ശാപം നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ അത്രയും ഒന്ന് വിലയിരുത്തണം. ഞാൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജിൽ, ആയുർവേദ മെഡിക്കൽ കോളേജിലെ PTA പ്രസിഡൻ്റാണ്. ഞാൻ അവിടെ ഡോക്ടർമാരും പ്രൊഫസർമാരും ഇരിക്കുന്ന വേദികളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കിയിട്ട് അവരേതോ ദൂരദേശത്ത് നിൽക്കുന്നു. നിങ്ങളിവിടെ രാവും പകലുമില്ലാതെ സന്ധ്യ കഴിഞ്ഞെല്ലാം പുറത്തിറങ്ങിയൊക്കെ നടന്നും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും കൂടുതൽ കൂട്ടുകെട്ട് കൂടിയും സമയത്ത് പഠിക്കാതെയും സപ്ലി മടിച്ചൊക്കെ നടക്കുന്നു. ഓരോ വർഷവും ആ കുഞ്ഞുങ്ങൾക്ക് അടയ്ക്കാനുള്ള ഫീസ് അടുത്ത വർഷത്തേക്കുള്ളത് സംഘടിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ ഇടതുവശത്ത്, ബാപ്പയാണെങ്കിൽ ബാപ്പ ഇടതുവശത്ത്, ചേച്ചിയാണെങ്കിൽ ചേച്ചി ഇടതുവശത്ത്, വലതുവശത്ത് അച്ഛൻ, വലതുവശത്ത് അമ്മ, രണ്ടുപേരും ഇരിക്കുന്നത് സങ്കല്പിച്ചിട്ട് അവരുടെ കവിളിലേക്ക് ഒരു ഉമ്മയൊന്ന് കൊടുത്തു നോക്കണം. 10 ദിവസം ചെയ്താൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് മാറും. 10 ദിവസം. വേറെ ഒരു മോട്ടിവേഷനും ആ കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയും ഇടതും വലതും വശത്തുമുണ്ടെന്ന് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ നെഞ്ചിലേക്ക് ഏറ്റിയാൽ ആ കുഞ്ഞ് ഒരു കാരണവശാലും വഴി തെറ്റിപ്പോവുകയില്ല. മാത്രമല്ല, ഞാൻ ആയുർവേദം പഠിച്ച കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളെല്ലാം MBBS സ്വപ്നം കണ്ട് എൻട്രൻസ് എഴുതിയവർ എത്ര പേരുണ്ട്? ഉടനെ 90% കുട്ടികളും കൈപൊക്കി, അതെ സാർ, ഞങ്ങൾ എൻട്രൻസ് എഴുതിയത് 2 മാർക്കിന് പോയി, 4 മാർക്കിന് പോയി, 10 മാർക്കിന് പോയി എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം ഈശ്വരൻ പ്രകൃതിയിലേക്ക് കൊടുത്ത ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുഞ്ഞുങ്ങൾ. മറ്റുള്ള കെമിക്കൽ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് കൂട്ടിക്കുഴച്ചുണ്ടാവുന്നതല്ല ആയുർവേദം. ഭൂമിയിൽ മനുഷ്യന് അന്നം തന്നിട്ടുണ്ടെങ്കിൽ ഔഷധവും ഭൂമിയിൽ കൊടുത്തു. പക്ഷേ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. നമ്മൾ സംസ്കാര സമ്പന്നരായതുകൊണ്ട് നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ഞാൻ എന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഹരിതാരം, മനയോല, ചായില്യം, തുത്ത്, തുരിശ്, രസം, പാഷാണം, അയസ്കാന്തി, കാഞ്ഞിരം തുടങ്ങിയ കൊടിയ വിഷങ്ങൾ ആര്, എവിടെ, ഏത് ശാസ്ത്രജ്ഞൻ, ഏത് കെമിക്കൽ ലബോറട്ടറിയിൽ ശുദ്ധീകരിച്ചു? കറണ്ട് കണ്ടുപിടിച്ചവനുണ്ട്, വിമാനം കണ്ടുപിടിച്ചവനുണ്ട്, ബസ് കണ്ടുപിടിച്ചവനുണ്ട്, ഓക്സിജൻ കണ്ടുപിടിച്ചവനുണ്ട്, എല്ലാം കണ്ടുപിടിച്ചവരുണ്ട്. ഈ കൊടിയ വിഷങ്ങളായ ഔഷധങ്ങളെ ആര് ശുദ്ധീകരിച്ചു? ഏത് കെമിക്കൽ ലബോറട്ടറിയിലാണ് ഇത് ശുദ്ധീകരിച്ചത്? അവിടെയാണ് ഋഷീശ്വരന്മാരെന്ന് പറയുന്ന വേദങ്ങളിലേക്ക് പോകണം. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രകൃതിയിൽ ഒരു വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി മാതാപിതാക്കൾ പകർന്നു തന്ന അനുഭവ സമ്പത്തിലൂടെ ജീവിതത്തെ മുന്നേറണം. ആ ജീവിതത്തെ മുന്നേറുമ്പോൾ ഈ പ്രകൃതിയിലുള്ള അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് വെള്ളപ്പാണ്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ചാത്തന്നൂരുകാരെ, എവിടെയെങ്കിലും കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് വെള്ളപ്പാണ്ട് കണ്ടിട്ടുണ്ടോ? കാട്ടിൽ കിടക്കുന്ന ആനയ്ക്കല്ല, കാട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ജന്തുജീവജാലങ്ങൾ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്കും പട്ടിക്കും നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയും അജീർണങ്ങളായതും വളിച്ചതും പുളിച്ചതും വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടു കൊടുത്താലും ഇത് കഴിച്ച് പൂച്ചയുടെയോ പട്ടിയുടെയോ വയറ് നാശമായാൽ അവർ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഓടുന്നുണ്ടോ? നമ്മൾക്ക് മാത്രം ഒരു ജലദോഷം വന്നാൽ, ഒരു തുമ്മൽ വന്നാൽ ഉടൻ നമ്മൾ ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു നീണ്ട ലിസ്റ്റ് പരിശോധന ചെയ്ത് നമ്മളിലേക്ക് തരും. അത് കഴിഞ്ഞ് വന്ന് പേടിച്ചുള്ള ജീവിതമാണ്. ചോറ് കഴിക്കാതെ, ഗോതമ്പ് കഴിക്കാതെ, നടക്കാതെ, ഇരിക്കാതെ, കിടക്കാതെ ഞാൻ രോഗിയായി എന്ന് പറഞ്ഞ് ജീവിച്ച് തീർക്കുന്ന ഒരു സമൂഹം നമ്മൾക്കിടയിലേക്ക് ആണോ അല്ലയോ? ഒരു വർഷത്തിൽ ഒരു 30-ലധികം ഡോക്ടർമാർ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു സ്ഥാപനമാണ് എൻ്റേത്. ഇപ്പോഴും അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതിൽ 4 റൂമുകളിലും നഴ്സുമാരാണ്. അത് വിദേശത്തുള്ള നഴ്സുമാരാണ്. എന്താണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ ഒരു വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരുന്നത്? അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, രോഗികളല്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല എന്ന്. നമ്മൾ മാത്രം ഏതെങ്കിലും ഒരു രോഗങ്ങളായിട്ട് ആശുപത്രിയിൽ ചെന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഔഷധങ്ങളുമായിട്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. എനിക്കെങ്ങനെയാണ് ഈ രോഗം വന്നത്? പ്രഷർ വന്നത് എങ്ങനെയാണ്? കൊളസ്ട്രോൾ വന്നത് എങ്ങനെയാണ്? ഷുഗർ വന്നത് എങ്ങനെയാണ്? യൂറിക് ആസിഡ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമോ? അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ വിളിച്ചിരുത്തി, അവിടെ ഇരിക്കൂ രാധികേ, നിനക്ക് എന്നു മുതലാണ് യൂറിക് ആസിഡ് ഉണ്ടായത്? അത് മുഴുവൻ ഇരുന്ന് 1 മണിക്കൂർ ഇതുണ്ടാകാനുള്ള കാരണവും റീസണും ഒക്കെ 1 മണിക്കൂർ എടുത്ത് നമ്മൾക്ക് പറഞ്ഞു തരുമോ? ഒരിക്കലും പറഞ്ഞു തരില്ല. നമ്മൾ എന്ത് ചെയ്യണം?
ജീവിതശൈലി രോഗങ്ങൾക്ക് മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക മാത്രമാണ്. നമ്മൾക്ക് പരാജയം നുണയുന്നിടത്ത് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയാണ് പരാജയം സംഭവിച്ചതെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മൾ ആ തെറ്റിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മളാകുന്നത്. നമ്മൾക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ എവിടെയും ചെയ്യുന്നത് നമ്മുടെ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാതെ മറ്റുള്ളിടത്ത് നമ്മൾ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ശരിയാണോ അല്ലയോ? എപ്പോഴെങ്കിലും നമ്മൾ നമ്മളിലേക്ക് നോക്കി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നിടത്ത് ആ തെറ്റ് തിരുത്താൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾക്കൊരു കൊളസ്ട്രോൾ വന്നാൽ മരുന്ന് കഴിച്ച് കൊളസ്ട്രോളിനെ മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും? മരുന്ന് കഴിച്ച് മാറ്റിയാൽ പിന്നെയും കൊളസ്ട്രോൾ വരും. ഇപ്പോൾ ആരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പറയുന്നതാണ് ലിവർ, ഫാറ്റി ലിവർ, 2nd ഗ്രേഡ്, 3rd ഗ്രേഡ്, എൻ്റെ 4th ഗ്രേഡായി വൈദ്യരെ. ഫാറ്റി ലിവർ 4th ഗ്രേഡായി, ജീവിതം മുരടിച്ചു, വഴി തെറ്റി, വീട്ടിൽ വന്ന് കരഞ്ഞിരിക്കുകയാണ് ഗുളികയായിട്ട്. എന്താണ് ഫാറ്റി ലിവർ എന്ന് വ്യക്തമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഒരു 120 ദിവസം നിങ്ങളുടെ ശരീരത്തിലേക്ക് മധുരം കടത്തിവിടാതെ ഓയിലി ഫുഡുകളും ഫാറ്റി ഫുഡുകളും വറുത്തതും പൊരിച്ചതും കരിച്ചതും അൽഫാം കുഴിമന്തിയും അമേരിക്കൻ മന്തിയൊക്കെ മാറ്റിയാൽ മതി. 120 ദിവസം നിങ്ങൾ പണിയെടുത്ത് 1 മണിക്കൂർ രാവിലെയും വൈകിട്ടും നടന്നാൽ നിങ്ങളുടെ ബോഡിയിലുള്ള എത്ര കലോറിയാണോ ഡെപ്പോസിറ്റ് ഉള്ളത് ആ ഡെപ്പോസിറ്റ് കലോറികൾ കംപ്ലീറ്റ് സെയിലാകും. ബോഡിയിലുള്ളത് തീർന്നു കഴിഞ്ഞാൽ നേരെ ശരീരം ഓർഗൻസിലേക്ക് പോകും. അവിടെ നിന്ന് ലിവറിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ലിവറിലുള്ളത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 120 150 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആയി. നിങ്ങളുടെ കൊളസ്ട്രോൾ പോയി, നിങ്ങളുടെ യൂറിക് ആസിഡ് പോയി, നിങ്ങളുടെ ഫാറ്റി ലിവർ പോയി. ചെയ്യുമോ നമ്മൾ? മീൻ ഒഴിവാക്കാനും അൽഫാം കുഴിമന്തിയോ നടക്കണ കാര്യമല്ല. പഥ്യമുള്ള മരുന്ന് വൈദ്യരെ, പഥ്യമില്ലാത്തത് വല്ലതും ഉണ്ടോ? കഷായമൊന്നും വേണ്ട, വല്ല ഗുളിക വല്ലതും തരാവോ? അല്ല വൈദ്യരെ, തേക്കാൻ വല്ലതും കൊണ്ട് പറ്റുമോ? അത് പറ്റില്ല. അല്ല, ഇച്ചിരി മീൻ കൂട്ടാവോ? കൊല്ലത്തുനിന്ന് വന്നവർ എന്നോട് ചോദിച്ചവരോട് ഇരിപ്പുണ്ട്. ഇച്ചിരി മീൻ കൂട്ടാവോ? ഇറച്ചി ഒരു കഷ്ണം കഴിക്കാവോ? ചോദിക്കുന്ന ആൾക്കാരാണ്. അവനവന് 30 വയസ്സ് 40 വയസ്സ് 50 വയസ്സാകുമ്പോൾ മഹാരോഗങ്ങൾക്ക് അടിമയായിട്ട് അവൻ്റെ ജീവിത സുഖങ്ങളിലെ അല്പമൊന്നും മാറ്റിവെക്കാൻ അവന് സാധിക്കുന്നില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, അവർ ജീവിച്ച് പഠിച്ച് വളർന്ന് വലുതായി വരികയാണ്. എനിക്ക് അവരുടെ ജീവിതം കാണണം. എൻ്റെ മക്കൾ പഠിച്ചൊരു ജോലിയിലെത്തണം, അവർ വിവാഹം കഴിക്കണം, അവർക്ക് കൊച്ചു മക്കളുണ്ടാവണം. എനിക്കത് കൺകുളിരെ കണ്ടിട്ട് ഈ മണ്ണിൽ നിന്ന് പോകണം. ഞാൻ എന്ത് ചെയ്യണം? ചിന്തിക്കുന്നവരുണ്ടോ ആരെങ്കിലും? ഇന്ന് ചാത്തന്നൂർ SNDP യൂണിയൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് വന്ന വൈദ്യർ എന്തെല്ലാം പറഞ്ഞാലും കൊള്ളാം, ഇവിടെ നിന്ന് കേട്ട് രോമമൊക്കെ എഴുന്നേറ്റ് നിന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ആ ഇളം കാറ്റടിച്ചു കഴിയുമ്പോൾ ആ കാറ്റ് ഇവിടെയാണ് അടിക്കുന്നത്, ഇതിലെ കൂടെ ഇപ്പുറത്ത് പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ 38 വർഷം വൈദ്യവൃത്തിയിലുള്ള ഒരു വൈദ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു പൊതുസമൂഹത്തിൽ 10 പേര് ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതം മാറണം, നമ്മുടെ മാതാപിതാക്കളിലേക്ക് പോകണം, നമ്മുടെ ജീവിത ശൈലികൾ മാറ്റണം. കേരളത്തിൽ മാത്രമാണ് അൽഫാമും കുഴിമന്തിക്കടകളും, കേരളത്തിൽ മാത്രമാണ് അമ്മായിയമ്മയുടെ പുട്ടുകട, അപ്പച്ചൻ്റെ ദോശക്കട, ഇഡ്ഡലിക്കട, നൈറ്റ് കട, രാത്രി കട, മുഴുവൻ കടകളാണ്. കേരളത്തിലുള്ള പോലെ ഹോട്ടലുകളും ബേക്കറികളും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണിച്ചു തരാമോ? കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും അൽഫാം കുഴിമന്തിക്കട കാണിച്ചു തരാമോ? കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇത്രയും ആശുപത്രികൾ കാണിച്ചു തരാമോ? ഓരോ പോസ്റ്റിൻ്റെ ചുവട്ടിലും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? വികസനമാണ് വൈദ്യരെ ഇതൊക്കെ, കേരളത്തിൻ്റെ വികസനം. ജയിലുകൾ നിറഞ്ഞു. പോലീസുകാർ 6 പോലീസുകാർ 66 പോലീസുകാരായി സ്റ്റേഷനിൽ. ഒരു ഞരമ്പ് പോലെ ഇരുന്നൊരു SI ഉണ്ടായിരുന്നെങ്കിൽ 12 ഞരമ്പൻ തടിയന്മാരായ SIമാരെ മാറി. ഇഷ്ടം പോലെ പോലീസുകാരും SIമാരും കോടതികളും വക്കീലന്മാരും പെരുകി, ആശുപത്രികൾ പെരുകി. ഇതെല്ലാം കേരളത്തിൻ്റെ വികസനമാണോ? നമ്മൾ രാവിലെ തെരുവിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ വീക്ഷിക്കുന്നവരുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ അവർ നമ്മുടെ മുന്നിലേക്ക് നീക്കി വയ്ക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾ, ഓരോരോ സംവിധാനങ്ങൾ. ഫോൺ എടുക്കുക, 9 അമർത്തിയാൽ മതി, വീട്ടിൽ വരും സാധനം, ഭക്ഷണം. ഇപ്പം വീടുകളിലുള്ള പാത്രങ്ങളിലൊന്നും ജലത്തിൻ്റെ നനവുകളില്ല. ഇനി അഥവാ നനയുന്നുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് മാത്രമേ നനയുള്ളൂ, വൈകിട്ട് പാത്രം കഴുകേണ്ടി വരില്ല. ഉച്ചയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് ഒരു ഫോൺ കോൾ വിളിക്കും, ചേട്ടൻ പോരുകയല്ലേ, ഇന്നെനിക്ക് വയ്യ, എന്തെങ്കിലും കൊണ്ടുപോരൂ. ഇത് കേൾക്കാൻ താമസം, ചേട്ടൻ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരും. ചേട്ടൻ 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി വരുമ്പോൾ തന്നെ ഗ്ലാസ് താത്തിട്ടിരിക്കുകയാണെങ്കിൽ മണം നേരെ വീടിനകത്തേക്ക് തുളച്ചു കയറും. എല്ലാവരും കൂടെ വാരി വലിച്ചു തിന്ന് ഏമ്പക്കവും ഇട്ട് 11 മണിക്ക് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ സുഖമായിട്ട് ഇളം തണുപ്പടിച്ച് കിടന്നുറങ്ങേണ്ടവൻ റോഡിൽ കൂടി കൈകാലിട്ട് വീശി നടക്കുകയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ.
യൂറിക് ആസിഡ് കുറയ്ക്കാൻ. മുട്ടുവഴങ്ങുന്നില്ല, നടുവഴങ്ങുന്നില്ല, ലംബാർ ഏരിയയിൽ L2, L3, L4, L5 ബഡ്ജാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ, ഉടനടി ഓപ്പറേഷൻ വേണം. എന്നാലും പണിയെടുക്കില്ല. ഒരു കാന്താരി ചീന് കുഴിച്ച് വെക്കത്തില്ല. മുറ്റത്ത് ചെടി നട്ടാലടി ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേടി, ഉടനെ ആജ്ഞാപിക്കുകയാണ്. എന്നാൽ ഒരു കപ്പ് വെള്ളം എടുത്തണ്ട, ഒഴിക്കാൻ നോക്കിയല്ല. ഞായറാഴ്ച ഒരു ദിവസം അവധിയാണെങ്കിൽ ഇന്ന് അവധിയാണ്. എൻ്റെ ശരീരത്തിൽ ഈ ശനിയാഴ്ച വരെ കൊടുത്തിരിക്കുന്ന സാധനം ഡെപ്പോസിറ്റാണ്. ഇതൊന്ന് സെയിലാക്കിയേക്കാം, ഒന്ന് പറമ്പിലൂടെ ഇറങ്ങി നടക്കാം, വീട്ടിൽ കിടക്കുന്ന വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാം, പോർച്ചൊന്ന് അടിച്ചു വാരിയിട്ടേക്കാം, കട്ടിലിനടിയിൽ കിടക്കുന്ന മെത്ത പോലെ കിടക്കുന്ന മുടി ഒന്ന് വലിച്ചെടുക്കാം. ശ്രമിക്കുമോ നമ്മൾ? ശരീരം അനങ്ങി ഒരു പണിയെടുക്കില്ല. ഇരിക്കും 6 മണിക്കൂർ. ഡോക്ടറെ കാണാൻ 15 ദിവസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ പോയി ഞെളിഞ്ഞിരിക്കും. ടെസ്റ്റ് റിപ്പോർട്ടും MRIയും ECGയും സ്കാനിങ്ങുമായിട്ട് ഒരടുക്ക് പിള്ളേരെ എടുത്ത് നെഞ്ചത്ത് വെച്ചിരിക്കുന്നത് പോലെ ഈ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഡോക്ടറെ ചെല്ലാൻ പോകുന്നൊരു കാഴ്ചയുണ്ട്. എന്നാലും അവനവൻ്റെ വീട്ടിലെ തറയടിക്കില്ല, തുടയ്ക്കില്ല, പാത്രം കഴുകില്ല, നടക്കില്ല, ഭക്ഷണ നിയന്ത്രണമില്ല, നല്ല ശബ്ദങ്ങളും നല്ല സംസാരങ്ങളുമില്ല. മനസ്സിലൊരു സന്തോഷം കൊടുക്കുന്നുണ്ടോ കുടുംബങ്ങളിൽ? ഒരു പാട്ട് പാടേണ്ട സ്ഥലം അവനവൻ്റെ കുടുംബമാണ്. ഒരു ഡാൻസ് കളിക്കേണ്ട സ്ഥലം അവനവൻ്റെ വീട്ടിലാണ്. ഒരു ഡപ്പാങ്കൂത്ത് കളിക്കേണ്ട സ്ഥലം അവനവൻ്റെ വീട്ടിലാണ്. എത്ര വീട്ടിൽ മസല് പിടിച്ചൊരു ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും വിളിച്ചാലോ, ഇപ്പം മുത്തശ്ശിനെ വിളിച്ചാലും എന്നാ, കാരണം മുത്തശ്ശിയുടെ കയ്യിൽ ഇരിക്കുകയാണ് ഈ സാധനം. പ്രിയമുള്ളവരെ, ഒരു വൈദ്യൻ എന്താണ് ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പറയുന്നറിയാമോ? ഓരോ ദിവസവും ഓരോ വൈദ്യൻ്റെ മുന്നിലേക്ക് വരുന്ന, കൺസൾട്ടിങ്ങിന് വരുന്ന പേഷ്യൻസിൻ്റെ ദുരവസ്ഥകൾ. 8 പ്രാവശ്യവും 10 പ്രാവശ്യവും കീമോ ചെയ്ത് 12 പ്രാവശ്യം റേഡിയേഷൻ നടത്തിയിട്ടും ശരീരം വികൃതാവസ്ഥയിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ അനാവശ്യമായ ജീവിത ശൈലികൾ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ വെറുതെ ഒന്ന് കമ്പംമെട്ട് വഴി ഒന്ന് ചുമ്മാ ബാംഗ്ലൂർക്കൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഒരു നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50 കിലോമീറ്റർ നടന്നാൽ കാണില്ല ഒരു നോൺ വെജിൻ്റെ ഏതെങ്കിലും ഒരു കട കാണാൻ. അവിടെയൊക്കെ വെജിറ്റേറിയൻ ഫുഡാണ്. അവരൊക്കെ രാവിലെ എഴുന്നേറ്റാൽ പണിയെടുക്കും. അവർക്ക് എഴുന്നേൽക്കുന്നതിനൊരു സമയമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഹിന്ദിക്കാരെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി നിൽക്കുന്നത്? കൊളസ്ട്രോൾ കുറയ്ക്കാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും ഡിസ്ക് ബഡ്ജ എന്ന് പറഞ്ഞ് ഹിന്ദിക്കാരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ കേരളം മുഴുവൻ ഹിന്ദിക്കാരല്ലേ? എന്താണ് അവർ കഴിക്കുന്നത്? വെള്ളരിച്ചോറാണ്. അവർ മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ ഉള്ളിയും സവോളയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ മേടിച്ചിട്ട് വരുന്ന ചിക്കൻ്റെ ബാക്കിയുള്ള കാലാണ് അവർ കഴിക്കുന്നത്. അവർക്ക് കാല് മാത്രം മതി. നമുക്കാണ് ആ മാംസമുള്ളത് വേണ്ടത്. കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ആശുപത്രിയിൽ ഹിന്ദിക്കാർ ക്യൂ നിൽക്കുന്നത്? അവർ പണിയെടുക്കുന്നവരാണ്. നമ്മൾ അനങ്ങില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിക്ക് 50 ലിറ്റർ പെട്രോൾ ഒഴിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയിലേക്ക് 50 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കാതിരുന്നാൽ എന്ത് പറ്റും? പിന്നെ ഒഴിക്കാൻ പറ്റുമോ ചേട്ടാ പെട്രോൾ? ഓവർഫ്ലോ ആകില്ലേ? വണ്ടി ഓടിയാലല്ലേ പെട്രോൾ തീരുള്ളൂ. ഇത്രയും സാധനം കടത്തി വിട്ടിട്ട് അനങ്ങാതെ കുട്ടിത്തേവാങ്കി ഇരിക്കുന്ന പോലെ സെറ്റിയെ കയറി 2 കാലും കുന്തക്കാലെ ഇരുന്നിട്ട് ഈ ഫോൺ എടുത്ത് തെറ്റിച്ച് ചൂണ്ടുവരലും തള്ളവരലും മുഴുവൻ തഴമ്പും പിടിച്ചിരിക്കുന്നതല്ലാതെ ശരീരം അനങ്ങി ഒരു പണിയെടുക്കില്ല. പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ തന്നെയും ഏതൊക്കെയാണ് അമ്മ വിളമ്പി വെക്കുന്നതെന്നറിയില്ല. ഫോണിൽ നോക്കിക്കൊണ്ട് ഒറ്റ കൈയുണ്ട് ഇടത്ത് കൈയുണ്ട് തെറ്റാനും പഠിപ്പിച്ചു. അതെന്നതാണ് കൊണ്ട് വിളമ്പി വെച്ചോണ്ട് ഇനി പാറ്റ വറുത്തണ്ട കൊടുത്താലും ആ പാറ്റ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അവന് തന്നെ അറിയില്ല പാറ്റയാണോ പല്ലിയാണോ, അവൻ എന്താണ്, അവൻ്റെ രുചി നാവിൽ ശ്രദ്ധിക്കാൻ അവന് സമയമില്ല. അവൻ എപ്പോഴും ഈ തെറ്റീരാണ്. ഈ തെറ്റിച്ച് കുറേ കഴിയുമ്പോൾ അവൻ 26-28 വയസ്സാകുമ്പോൾ അവനൊരു പെണ്ണിനെയും കെട്ടിച്ച് കയ്യിലോട്ട് കൊടുക്കും. അന്നേരമാണ് ഈ തെറ്റീരിൻ്റെ ഗുണം അറിയുന്നത്. 9 മാസം കഴിയുമ്പോഴത്തേക്ക് പെണ്ണ് പിന്നെ വഴക്കിടാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ തെറ്റിച്ച കൈയിടാത്തുള്ള തഴമ്പിൻ്റെ സുഖം അറിയുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ തെരുവിലേക്ക് ഇറങ്ങും. എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ നടക്കും. എന്നാലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല. പഠിക്കേണ്ട കാലത്ത് പഠിക്കണം മക്കളെ എന്ന് അച്ഛനമ്മമാർ പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഉൾക്കാഴ്ചയില്ലാതെ മക്കൾ അച്ഛനെയും അമ്മയും എപ്പോഴും പഠിത്തം മാത്രം മതിയോ? ഒരു സമാധാനം തരുന്നില്ലേ? ഈ സമാധാനം തരുന്നത് അവനോട് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും. അവൻ വിവാഹം ചെയ്ത് അവന് മക്കളുണ്ടായി കഴിയുമ്പോൾ ഇതേ ശബ്ദം അശരീരി അവിടെ കേൾക്കും. അന്ന് മനസ്സിലാകും അച്ഛൻ്റെ ശബ്ദം എന്തായിരുന്നു, അമ്മയുടെ ശബ്ദം എന്തായിരുന്നെന്ന് അന്ന് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ SNDP യൂണിയൻ്റെ ഹാളിൽ കൂടിയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് വൈദ്യർ പറയുന്നത്. ഒരു വൈദ്യൻ 38 വർഷമായി വൈദ്യവൃത്തിയിലുള്ള ഒരു വൈദ്യൻ എന്ന് പറയുന്ന ഒരാൾ 12 വർഷം 9 മാസം ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ അഭ്യസിച്ചിട്ട് ഔഷധങ്ങളെയും ചികിത്സകളെയും അപഗ്രഥിച്ച് എൻ്റെ 2 സ്ഥാപനത്തിലും ഡോക്ടർമാരുണ്ട്.
ഞാൻ അജ്ഞതയുണ്ടെങ്കിൽ എൻ്റെ അജ്ഞത നീർക്കുന്നത് ഡോക്ടർമാരാണ്. അവരുടെയുമൊക്കെ മുന്നിൽ വെച്ച് ഇത്രയധികം സെലിബ്രിറ്റികൾ, മുഖ്യമന്ത്രി തൊട്ട് നിരവധി മന്ത്രിമാർ, പോലീസ് അധികാരികൾ, ജഡ്ജിമാർ തൊട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഗാനഗന്ധർവനായ യേശുദാസിനെ പോലും ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളോട് കൈയെടുത്ത് കുമ്പിപ്പറയാണ്, ഔഷധങ്ങൾ കൊണ്ട് രോഗങ്ങളെ ശമിപ്പിക്കാൻ ഒരു പരിധിവരെ സാധിക്കില്ല. നിങ്ങൾക്ക് ഏത് രോഗങ്ങളെയും ക്യൂർ ചെയ്യാൻ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതി. നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാത്വികമായ ഒരു ചിന്തകളും സന്തോഷങ്ങളും കടന്നു വരണം. സന്തോഷം ആര് കൊണ്ടുത്തരും? പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമോ? സന്തോഷം അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുത്തരുമോ? പണ്ട് കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ അയൽക്കാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരോ അമ്മാവനോ അനന്തരക്കാരനോ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്താടാ ഗോപാല, നീ നിൻ്റെ കൊച്ചിനെ പഠിച്ചിട്ട് എന്താടാ എങ്ങും വിടാതെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഇന്ന് ചോദിക്കില്ല. ഇന്ന് ഗോപാലൻ്റെ കൊച്ച് 10 മാർക്ക് കൂടുതൽ മേടിച്ച് നല്ലൊരു വീട്ടിൽ കല്യാണം കഴിച്ചയച്ചു കഴിഞ്ഞാൽ ഗോപാലിന് 10 ശത്രുക്കൾ ഉറപ്പാണ്. ഗോപാലൻ നല്ലൊരു വണ്ടി മേടിച്ചാൽ ഉറപ്പായിട്ടും ശത്രു ഉണ്ടാവും. ഗോപാലൻ ഒരു നില വീട് കൂടുതൽ വെച്ചാൽ അവിടെ ശത്രു ഉണ്ടാവും. ഗോപാലൻ മുറ്റത്തൂടെ കിണുക്കി 2 നല്ല ഒന്നാന്തരം ഐഫോണിൻ്റെ വാച്ചും കെട്ടി ഒരു മൊബൈൽ ഫോണും കൈ പിടിച്ച് പോയ ശത്രുക്കളുണ്ടാവും. ദാരിദ്ര്യമുള്ളിടത്ത് ശത്രുക്കളില്ല, ഭൗതിക സൗകര്യം ഉയരുന്നിടത്ത് ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും നമ്മൾ പഠിക്കില്ല. നമ്മൾക്ക് എന്തെങ്കിലും ശത്രുക്കൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വെച്ച് പിടിക്കും ചോറ്റാനിക്കരയ്ക്ക് കീഴ്ക്കാവിൽ പോയി ഗുരുതി കഴിക്കാൻ. അമ്മേ, മഹാമായേ, തായേ, അവൾ എങ്ങനെയെങ്കിലും ഒടുങ്ങിപ്പോണേ, ഇതാ ഇരിക്കുന്നു ഗുരുത്തോലയും ഗുരുതി എല്ലാം കൂടെ. ഇനി അവിടെ പോയിട്ട് 3 മാസം നോക്കിയിട്ട് ചോറ്റാനിക്കരമ്മയുടെ ഒരനുഗ്രഹവും കിട്ടിയില്ലെങ്കിൽ നേരെ വേറെ ഇടത് സൈഡിലോട്ട് പിടിക്കും. അവിടെ പോയി കുറച്ച് കോഴിയുടെ രോമം തലയും എല്ലാം കൂടെ കുപ്പിടാത്താക്കി 4 മൂലയ്ക്കും കുഴിച്ചിട്ട് കുറേ ചരടുമൊക്കെ കയ്യെ കെട്ടി ഇപ്പം തന്നെ അവൾ നശിച്ചു പോകും. ദൈവത്തിൻ്റെ അർത്ഥം എന്താണ്? ഗുരുവിൻ്റെ അർത്ഥം തന്നെയാണ് ഈശ്വരന്. പ്രകാശം പരത്തുന്നവന് പ്രകാശം പരത്താനേ അറിയാവുള്ളൂ, നിഗ്രഹിക്കാൻ അറിയില്ല, ആരെയും ദ്രോഹിക്കില്ല. കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് ഈശ്വരൻ. ആണോ അല്ലയോ? അത് അമ്പലത്തിൽ കൊണ്ട് നേർച്ചയിട്ടാൽ എൻ്റെ മോള് 10ാം ക്ലാസ് ജയിക്കുമോ? മോള് പഠിച്ചാൽ 10ാം ക്ലാസ് ജയിക്കും. പണിയെടുത്താലേ കൂലി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഈശ്വരന് സഹായിക്കാൻ പറ്റുന്നത് എന്താണ്? ദൈവത്തിന് സഹായിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ കർമ്മനിരതമായിരിക്കുമ്പോൾ ഈശ്വരൻ കാണുന്നു. രാവും പകലുമില്ലാതെ പണിയെടുക്കുന്നു. നന്നായി ആ കുഞ്ഞ് പഠിക്കുന്നു. അവൻ്റെ ഓർമ്മയിൽ തെളിച്ചമുണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. അവനവൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് 5 തിരിയിട്ട് കത്തിച്ച് 2 തിരിയിട്ട് കത്തിച്ചിട്ട് ആ കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് നേരെ വൈകിട്ട് വന്ന് ക്ഷേമനിധിയിൽ പൈസയും അടച്ചിട്ട് നിന്നാടിക്കൊഴഞ്ഞ് നിന്നാൽ അവിടെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബം ഗതി പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന് കാരണം? നമ്മുടെ ഭവനങ്ങളിൽ ഈശ്വരീയത കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ശരീരത്തിൽ ഈശ്വരീയത കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഈശ്വരീയത കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് ഉണർത്താനും ഉയർത്താനും സാധിക്കുകയുള്ളൂ. പലരും നമ്മളിലെ ഈശ്വരീയത നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളിലെ ഈശ്വരീയത നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവുകൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. നമ്മുടെ കഴിവുകൾക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു വൈദ്യനാണെങ്കിൽ ഒരു രോഗിക്ക് ഔഷധം കൊടുത്താൽ ആ രോഗിക്ക് പെട്ടെന്ന് ഫലശ്രുതി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ഈ രോഗിക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. നമ്മൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഉയർച്ചകൾ വന്നാലും നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കാറില്ല. ഉയർച്ചകൾ വന്നാൽ നമ്മൾ ഈശ്വരനോട് നന്ദി പ്രകാശിപ്പിക്കാറില്ല. അതെല്ലാം നമ്മുടെ കഴിവുകളായിട്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മളിൽ എളിമയെന്ന് പറയുന്നത് ഇന്നുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ഒരിക്കലും എളിമയില്ലാത്ത മനുഷ്യൻ്റെ മനസ്സുകളായി മാറി നമ്മളെല്ലാവരും. ആ എളിമയില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരീയ ചൈതന്യം നിറയ്ക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ രീതികളിൽ നമ്മൾ കുറച്ച് വിധി മാറ്റി എഴുതണം. നമ്മൾ ചിലതിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു വരണം. പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ അത് നമ്മളുടെ മാത്രം കാര്യമാണ്. വേറെ ആർക്കും അതിൻ്റെ ആ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതം കുറച്ച് കാലമേ ഈ ഭൂമിയിലുള്ളെങ്കിലും മൺമറയുന്നതിന് മുൻപ് 10 ദിവസമെങ്കിലും നമ്മുടെ നാമധേയം ഈ ഭൂമിയിൽ നിൽക്കണം. ആ 10 ദിവസം നമ്മുടെ നാമധേയം ഈ ഭൂമിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും.
ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോ ഒക്കെ ആകാം. ഒരു തലോടൽ മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത് ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല, വിധേയത്വം എന്ന് പറയുന്നതില്ല. മാതാപിതാക്കളോടുമില്ല, മക്കളോടുമില്ല, ചുറ്റുപാടുകളോടുമില്ല. ആ വിധേയത്വം ഇല്ലാത്ത തലങ്ങളിലാണ് നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് സൈഡുകൾ വന്നാൽ അവിടെ നമ്മൾ പരാജയം നുണയുന്നത്. അതുകൊണ്ടാണ് വിധേയത്വമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ആശ്വാസ കേന്ദ്രമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ പറയാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും. ഇതൊന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എവിടെയാണ് നമ്മൾക്ക് പരാജയം വരുന്നതെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ നാവ് തന്നെയാണ് അതിനുള്ളൊരു കാരണക്കാരൻ. ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് കടന്നു ചെന്നാലും നമ്മളുടെ ശബ്ദങ്ങൾ കൊണ്ട് ആ ഓഫീസിനെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളെ നമ്മൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. പക്ഷേ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ നിറയ്ക്കുന്ന നമ്മുടെ ശബ്ദത്തിന് തീക്ഷ്ണമായ സ്വരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, കുടുംബജീവിതത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളാണ്. ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മളെ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വന്നാൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നാൽ അവിടെ ഉറപ്പായിട്ടും നമ്മൾ മനുഷ്യനല്ലാതെ ആകുന്നുണ്ട്. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വൈദ്യർ ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നതിന് ഒരു മറുപടി കൊടുക്കാത്തത്? സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു മറുപടി കൊടുക്കാത്തത് എന്താണ്? വൈദ്യരുടെ മരുന്ന് കൊടുക്കാത്തത് എന്താണ്? വൈദ്യർക്ക് ഇത്രയും 33 ലക്ഷം ആൾക്കാർ വൈദ്യരെ കേൾക്കുന്നില്ലേ? വൈദ്യരുടെ മെഡിസിൻസ് ചോദിക്കുന്നവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടായും? ഞാൻ അവരോട് പറയുന്ന മറുപടി, നിങ്ങൾ ഇടുക്കിയിലേക്ക് വരണം. ആ ഇടുക്കിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ മരുന്നുകൾക്ക് മറുപടി തരാത്തത്. വൈദ്യരുടെ ചവനപ്രാശം ചോദിച്ചാലും ഹെയർ ഓയിൽ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും വൈദ്യർക്ക് മറുപടിയില്ല. ഇത്രയും ലക്ഷം ആൾക്കാർ കണ്ടിട്ട് എന്തുകൊണ്ട് മറുപടി കൊടുത്തുകൂടാ? അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്താണെന്നറിയാമോ? ഒരു ദിവസം നിങ്ങൾ കൺസൾട്ടിങ് നടക്കുന്നിടത്ത് വന്ന് നിന്ന് നോക്കണം. നമ്മുടെ മുന്നിൽ ദൂരദേശത്തു നിന്നുള്ള രോഗികൾ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് വന്ന് മുന്നിലിരിക്കുമ്പോൾ, അവരുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ അവർക്ക് ശുദ്ധമായ ഔഷധം കൊടുക്കാൻ ഒരു വൈദ്യന് സാധിച്ചില്ല എങ്കിൽ ഉറപ്പാണ് എൻ്റെ തലമുറകൾ അത് ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എൻ്റെ ഔഷധങ്ങൾ ഞാൻ നിർമ്മിക്കുന്നിടത്ത് എപ്പോഴും ഞാൻ പറയും, എനിക്ക് 3 മക്കളാണ്. ആ 3 മക്കൾ എൻ്റെ ജീവിതത്തിൽ നല്ല വഴിത്താരകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാളുപരി എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നാട്ടുവൈദ്യം പഠിക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെയാണ് നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ഇന്ന് വരെയും ഒരു ഔഷധം കൊടുക്കുമ്പോൾ ഒരു പരാജയം നുണഞ്ഞിട്ടില്ല. ഈ ലോകത്തിൻ്റെ നെറുകയിലുള്ളവരെല്ലാം ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് രോഗങ്ങൾ ക്യൂറാകുന്നത്? ഈ അടുത്ത ദിവസം ഇവിടെ നിന്നും അടൂരിൽ നിന്നൊരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, 2 ഡോക്ടർമാർ വന്നു. ആദ്യത്തെ ഒരു ഡോക്ടർ MD ആണ്, അദ്ദേഹം ആ ഗൈനക്കോളജിസ്റ്റാണ്. ആ ഡോക്ടർ അവിടെ ചികിത്സയ്ക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിനു വേറെ പണിയൊന്നുമില്ല, നാട്ടുവൈദ്യത്തിന് പോകുന്നു. ആ ഡോക്ടർക്കുള്ള പ്രയാസങ്ങൾ പറഞ്ഞു. അവിടെ വന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ക്യൂറാകാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ കരഞ്ഞപ്പോൾ ഞാൻ തോളയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ മണ്ണിൽ വൈദ്യൻ്റെ ഔഷധങ്ങളോ വൈദ്യൻ്റെ കഴിവോ അല്ല പ്രശ്നം, ഇവിടെ എന്തോ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്. ഞാൻ എപ്പോഴെങ്കിലും എന്നെ ആവശ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി വ്യാജമായ ഔഷധങ്ങൾ നിർമ്മിച്ച് കൊടുത്താൽ ഉറപ്പാണ് എൻ്റെ കൈപുണ്യം നശിക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് ഈ ഭൂമിയിൽ അനുവർത്തിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ നമ്മൾ ശുദ്ധത വരുത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച സാധൂകരിക്കുകയുള്ളൂ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്ക് എത്താൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ മിനിസ്റ്റർമാരെയും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ? ഒരു വാർഡ് മെമ്പറുടെ അടുത്ത് പോലും നിൽക്കാൻ സാധിക്കാത്ത ഒരു നാട്ടുവൈദ്യൻ ക്ലിഫ് ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് സമീപത്തിരിക്കണമെന്നുണ്ടെങ്കിൽ, ആ സാന്നിധ്യം അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു ഈശ്വര ചൈതന്യമുണ്ട്, അവിടെ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തി നോക്കണം. ആ പകർത്തി നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പാദങ്ങളിലേക്കാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയുള്ള ഒരു കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ താഴെത്തട്ടിലേക്ക് പോവില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. അത്രയും 8 മക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് ഞാൻ അനുഭവിച്ച കഥകളാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തെ എത്തിപ്പിടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മാതാപിതാക്കളുടെ മുന്നിലേക്കാണ് പോകേണ്ടത്. ആ മാതാപിതാക്കൾ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. സുരക്ഷിതരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളിൽ യാതൊരു തടസ്സങ്ങളും നേരിടുകയില്ല.
ആ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ കർമ്മപദങ്ങളിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ വിഘാതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് എനിക്കൊന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. കർമ്മനിരതമായി നിങ്ങളുടെ ജീവിതത്തെ നേരിടണം. ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ കളയരുത്. ഈ ഭൂമിയിൽ ഋഷീശ്വരന്മാർ പകർന്നു തന്ന അറിവുകളും കഴിവുകളും വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രീ മാരേജ് കൗൺസിലിങ്ങിന് വന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. ആ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതക്രമങ്ങളിൽ അവർ ചിട്ടപ്പെടുത്തുന്ന ചില ജീവിത രീതികളുണ്ട്. ആ ജീവിത രീതികളിൽ അനുഭവമുള്ള ഒരു വൈദ്യനെന്ന നിലയിലാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്നൊരു കാലത്ത് നിന്നും എല്ലാ ജീവിത സൗകര്യങ്ങളിലേക്കും ഇന്ന് ഈശ്വരൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് കർമ്മത്തിൻ്റെ ഒരു മുഖ്യധാരകൾ തന്നെയുണ്ട്. എന്നെ ഇത്രത്തോളം ആവേശമാക്കി ആരോഗ്യപരമായ കാര്യങ്ങളെയും കുടുംബപരമായ കാര്യങ്ങളെയും ഞാൻ കോർത്തിണക്കി പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ 12 വർഷവും 9 മാസവും ഗുരുകുല സമ്പ്രദായത്തിൽ അഭ്യസിച്ച അറിവുകളും 38 വർഷം വൈദ്യവൃത്തിയിൽ കിട്ടിയ അറിവുകളുമാണ് ഓരോ സദസ്സിലും പറയാറുള്ളത്. മനുഷ്യൻ രോഗികളല്ലാതെ നിന്നാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിന് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. പലപ്പോഴും പലരും രോഗങ്ങൾ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, രോഗങ്ങൾ വരാതിരിക്കാൻ ഈ പ്രകൃതിയിൽ അത് സാധൂകരിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ ജീവിതക്രമങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ പിൻതലമുറക്കാർ ആവർത്തിച്ച് വന്നിരിക്കുന്ന ജീവിതചര്യകളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു മനുഷ്യ ശരീരം രാവിലെ ഉണരുന്നതിനൊരു സമയം കൊടുക്കുക, ഭക്ഷണം കഴിക്കുന്നതിനൊരു കൃത്യസമയം കൊടുക്കുക, ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും കുളിക്കുന്നതിനും നമ്മുടെ ദിനചര്യകൾക്കും പഞ്ച്വാലിറ്റി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ രോഗികളാകില്ല. ഏത് രോഗങ്ങളെയും അതിജീവിക്കാൻ നമ്മുടെ മനുഷ്യ ശരീരത്തിന് സാധിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും പല രോഗികൾക്കും ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തിയാലും അവരുടെ രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അവരുമായിട്ട് ആശയവിനിമയം ചെയ്താൽ അവരുടെ രോഗങ്ങൾ മാറുന്നുണ്ട്. ആ രോഗങ്ങൾ മാറുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ മതിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധേയമായി വീക്ഷിക്കുമ്പോഴാണ്. ഒരു വൈദ്യൻ എന്ന നിലയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു ദേശത്ത് വന്ന് 10 ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളുടേതായ ജീവിതങ്ങളിൽ അത് പകർത്തിക്കഴിഞ്ഞാൽ ആ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ഭവനങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം ആചരിക്കുക. ഒരു ഡയബറ്റിക് വന്നാൽ ഉടനെ ഡയബറ്റിക്കിനെ ചികിത്സിച്ചാൽ ഡയബറ്റിക്കിനെ ഒരിക്കലും നിങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ ചികിത്സിച്ച് രോഗം പൂർണ്ണമായി മാറ്റാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തണം. നമ്മുടെ ജീവിതക്രമങ്ങളിൽ നമ്മൾ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, രോഗികളാകുന്നത്. നമ്മുടെ ഭക്ഷണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി, രോഗങ്ങൾ അവിടെ ക്യൂറാകും. ഏത് രോഗങ്ങൾ വന്നാലും, ഇപ്പോൾ BP ഉള്ള രോഗിയാണെങ്കിലും ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അത് അവസാനം വരെ മരുന്നുണ്ടാവണം. ഡയബറ്റിക് ആണെങ്കിലും അതൊരു ചെറിയ ടാബ്ലറ്റിൽ തുടങ്ങിയാൽ അവസാനം അത് ഇൻസുലിനും സ്റ്റാമ്പിലേക്കും കിടക്കുകയാണ്. ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ ഭവനങ്ങളിലുള്ള ഭക്ഷണങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ നിങ്ങൾ വരുത്തി നോക്കിക്ക്, മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് രോഗങ്ങൾക്കും ക്യൂർ ചെയ്യാൻ നമ്മുടെ ശരീരത്തിനാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ആവിക്ക് വേവിച്ച ഭക്ഷണങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ഹിതമായിട്ടുള്ളത്. പുറമേ നിന്ന് മേടിക്കുന്ന ഓയിലുകളുള്ള ഫുഡുകൾ ഒരു കാരണവശാലും തേങ്ങ ആട്ടി കൊപ്രയാട്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കിട്ടുന്നതല്ല. നിങ്ങൾക്കറിയാൻ മേലാത്തത് കൊണ്ടാണ്. അതെല്ലാം ഫ്ലേവറുകൾ നിറഞ്ഞ അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഓരോ ഷോപ്പിലും ഓരോ ഓയിലുകൾ രാത്രികാലങ്ങളിൽ കൊണ്ട് സപ്ലൈ ചെയ്തിട്ട് ആ ഓയിലുകളിലാണ് പല ഭക്ഷണങ്ങളും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലും കേൾക്കാത്ത രോഗങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ ഉരുത്തിരിയുന്നത്. ആ രോഗങ്ങളിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആചരിക്കുന്ന ഭക്ഷണങ്ങൾക്കൊരു ദിനചര്യകൾ വേണം, ഒരു പഞ്ച്വാലിറ്റി ഉണ്ടാവണം. അത് ശുദ്ധമായ ഭക്ഷണങ്ങളാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ നാവിൻ്റെ രുചി കണ്ടുണ്ട് നമ്മൾക്ക് നല്ല ആസ്വാദ്യകരമായ ഭക്ഷണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം ഇപ്പോൾ കഴിച്ചിട്ട് ഒരു 40 വയസ്സായി പഠിച്ച് ഒരു ജോലി കിട്ടി ഒരു തലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ തൊട്ട് നമ്മൾ നിരവധി രോഗങ്ങൾക്കുടമയാണെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല.
ജീവിതം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ നിൽക്കുക തന്നെ വേണം. ആരോഗ്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷണം ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു പ്രശ്നം ഇതാണ്. നമ്മൾക്ക് എന്തെല്ലാം വന്നാലും ഒരു കുഴപ്പമില്ല, ഇതിനെയൊക്കെ നേരിടാൻ അറിയാം. ഇപ്പോൾ പലയിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ കുടുംബങ്ങൾ പെരുവഴിയാണെന്നറിയാമോ? എത്ര കുഞ്ഞുങ്ങൾ രോഗങ്ങൾ കൊണ്ട് നേരത്തെ തന്നെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോയി. ഇന്ന് ഒരു പത്രം എടുത്താൽ പോലും ആ പത്രത്തിൻ്റെ ഒരു ഫുൾ പേജ് മുഴുവൻ മരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ 50 വയസ്സിന് താഴെയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിക്കോ, 17 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള താഴെയാണ്. ഈ ഇന്നലെ ഇവിടുന്ന് ഡിസ്ചാർജ് പോയി ഒരു പേഷ്യൻറ്റിൻ്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തൊട്ട് തലോടിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതെന്നാടാ നിന്നെ ഇങ്ങനെയൊക്കെ? ഉടനെ എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, ഞങ്ങൾക്ക് തമ്പുരാൻ തിരിച്ചു തന്നതാണെന്ന്. കുഞ്ഞുങ്ങൾക്ക് പോലും ക്യാൻസർ രോഗങ്ങൾ വരികയാണ്. എത്ര പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഏത് രോഗങ്ങളെയും ക്യൂർ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഭക്ഷണത്തിനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ പ്രകൃതിയിൽ നിന്നാണ് അവരുടെ ഔഷധങ്ങളെയും ഭക്ഷണങ്ങളെയും തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഔഷധങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല, ഭക്ഷണം നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉൾത്തളങ്ങളിൽ പലപ്പോഴും നല്ല പാത്രങ്ങൾ പോലും നമ്മൾ എടുക്കാതെ കാലങ്ങളോളം പൊടി പിടിച്ച് അവിടെ ഇരിക്കുക. അത് വിരുന്നുകാർ വരുമ്പോൾ എടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ, നമ്മൾ കഴിക്കുന്നത് നല്ല പാത്രത്തിൽ കഴിക്കില്ല. ഒരുപാട് കാലം കഴിച്ചിട്ടിരുന്ന അതിൻ്റെ തളയും പോറലും എല്ലാം പൊട്ടിയതും ചീഞ്ഞതുമായ പാത്രങ്ങളിൽ. മറ്റേത് എവിടെയെങ്കിലും പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മാവേലി സ്റ്റോറിലോ പോകുമ്പോൾ നല്ല പാത്രങ്ങൾ മേടിച്ച് നമ്മൾ അലമാരിയിൽ കൊണ്ട് അടുക്കി വെച്ചിട്ട് അതങ്ങനെ തന്നെ പൊടി പിടിച്ചിരിക്കും. നല്ല വസ്ത്രം മേടിച്ചാലും അത് അലമാരിയിൽ അടുക്കി വെക്കും. എന്നാലും നമ്മൾ വീട്ടിൽ വൈകിട്ടാണെങ്കിലും ശരി, ഭർത്താവ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഏറ്റവും കീറിപ്പറഞ്ഞ നൈറ്റിയോ ചുരിദാറോ കൊടുത്ത് ഏറ്റവും അലങ്കോലമായിട്ട് ആരെയും പേടിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ നിന്നു കൊടുക്കും. എന്നാൽ എവിടെയാണ് നമ്മൾ നല്ല വസ്ത്രം ധരിക്കേണ്ടത്? എവിടെയാണ് നല്ല കണ്ണെഴുതി പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കേണ്ടത്? ഭർത്താവിൻ്റെ മുന്നിലല്ലേ? വൈകിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വാതിലങ്ങ് തുറന്നു കഴിയുമ്പോൾ നല്ല സുഗന്ധം വരുത്തുന്ന പെർഫ്യൂമൊക്കെ അടിച്ച് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് വരച്ച് ഒരു കുണുക്കമൊക്കെ കുണുക്കി ഒരു കണ്ണൊക്കെ ഒന്നെടുത്ത് എന്നെ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ, അതല്ലേ അവനവൻ്റെ വീട്ടിൽ വേണ്ടത്? അതിന് പകരം തുറന്നു കഴിഞ്ഞാൽ ആരെയും ഞെട്ടിത്തരിക്കുന്ന പോലെ നേരെ നിൽക്കുകയാണ്. കയ്യിൽ പഞ്ചകോലമായ ആയുധങ്ങളും പിടിച്ച് നിൽക്കുന്നത് പോലെ മുടിയെല്ലാം പറത്തി. അന്ന് രാവിലെ കുളിച്ചതാണെങ്കിൽ ആ കുളിച്ച വേഷത്തിൽ പിന്നെ പാതിരാത്രിയെ കുളിക്കുള്ളൂ. അകത്തോട്ട് കയറി എന്നെ നാടി ഒരു മണം വരുന്നു. അപ്പോൾ പിന്നെ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് ചുമ്മാ ഇരിക്കുമല്ലായിരുന്നോ? നമ്മുടെ ഡയലോഗ് ഇതാണ്. നമ്മുടെ സൗന്ദര്യം കാണിക്കേണ്ടത് ഭർത്താവിൻ്റെ മുന്നിലാണോ അല്ലയോ? നമ്മൾ ലിപ്സ്റ്റിക് ഇടേണ്ടത് നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിലല്ലേ? നമ്മൾ പെർഫ്യൂം അടിച്ച് മണം പരത്തേണ്ടത് അദ്ദേഹത്തിനല്ലേ ലഹരി കൊടുക്കേണ്ടത്? നമ്മൾ എവിടെ പോയാലും ഷൂ ഷൂ ഷൂ. വീട്ടിൽ വരുമ്പോൾ മാത്രം ഷൂ ഇല്ല, ഒന്നുമില്ല. ആകപ്പാട് ഏറ്റവും മുഷിഞ്ഞത് അത് എത്ര നാളായി മേടിച്ചതാണെങ്കിലും കൊള്ളാം, അത് മാത്രം എടുക്കും. മറ്റത് ഇടയ്ക്ക് ചെന്ന് അലമാരി തുറക്കുമ്പോൾ ഡസൻ കണക്കിന് ഓരോ മാസവും മേടിച്ച് വെച്ചത് അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊരു കാരണവശാലും തൊടില്ല. ഇനി ആരെങ്കിലും ഒരു കല്യാണം പുതിയത് വിളിച്ചാൽ ഉടനെ പറയും, എനിക്ക് ഒന്നുമില്ല ഇട്ടണ്ട് പോകാൻ, പുതിയതൊരെണ്ണം 6000 7000 കൊടുത്ത് അടുത്തത് മേടിച്ചോണ്ട് വരും. എന്നിട്ട് അത് കൊടുത്ത് ആ കല്യാണത്തിന് പോകും. പിറ്റേ ദിവസം അത് മടക്കി വയ്ക്കും. എന്നിട്ട് വീണ്ടും അടുത്തത്. ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? ഒരുങ്ങേണ്ടത് അവനവൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഭർത്താവാണെങ്കിലും ശരി ഭാര്യയുടെ മുന്നിലാണ് ഒരുങ്ങി നിൽക്കേണ്ടത്. നല്ലതുപോലെ പണി കഴിഞ്ഞ് വന്നിട്ട് നല്ല കുളിച്ച് അകത്തോട്ടൊക്കെ ചെന്ന് നല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ടിന് ലുങ്കി ആയിക്കൊള്ളട്ടെ, നല്ല തേച്ച് മുടക്കിയ ഷർട്ടുമൊക്കെ ഇട്ട് അടുത്തൊന്ന് പെർഫ്യൂമൊക്കെ അടിച്ച് വന്നിട്ട് എന്നതാ ഇന്ന് കഴിക്കാനുള്ളത് ഒന്ന് തലോടി നോക്കിക്കേ. ആ തലോടൽ എവിടെ പോയി നിൽക്കുമെന്നറിയാമോ? ആ ഒരു സുഖമെന്ന് പറയുന്നത് വേറൊരു സുഖമാണ്. തലോടുമോ? തലോടും. ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അവിടെ ചെന്ന് പാത്രം ഒന്ന് തുറന്ന് നോക്കി, എന്നാണ് ഇന്ന് സ്പെഷ്യൽ, നിന്നെ കണ്ടിട്ട് ഏതാണ്ട് പ്രത്യേകത, ഞാൻ ഇന്ന് ചേട്ടൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുണുങ്ങിച്ചയും ഒരു നോട്ടവും ഒരു ചിരിയും വേണ്ടത് അവനവൻ്റെ വീട്ടിലാണ്. അല്ലാതെ ചിരിക്കുന്ന നമ്മുടെ വീട്ടിൽ ചിരിയുണ്ടോ? നമ്മുടെ വീട്ടിൽ കുണുങ്ങിച്ചയുണ്ടോ? നമ്മുടെ വീട്ടിലൊരു മൂളിപ്പാട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ മൊബൈൽ ഫോൺ എടുത്ത് നീ ഭാര്യനെ ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചാൽ ആ മൊബൈൽ ഫോൺ കയ്യിലെടുത്തിട്ട് മറുതലയ്ക്കുന്ന ഭാര്യ വിളിക്കുക, ചേട്ടാ എവിടെ? എന്താ? ഈ ശബ്ദമായിരിക്കും വരുന്നത്. നേരെ മറിച്ച് വേറെ വല്ലരും, ഹലോ എന്നാ ഉണ്ട്, സുഖാണോ? ശരി. ഞാൻ ഓർത്തിയതെൻ്റെ ഇങ്ങനെ വിളിക്കാൻ കാരണം. അങ്ങനെ 3 ട്രെയിൻ പോകുന്ന സമയം വരെ വേണമെങ്കിലും ആ മൊബൈൽ ഫോൺ പഴുത്ത് ഭണ്ഡാരമടങ്ങി കത്തിത്തീർന്നാലും ശരി, അതിൻ്റെ ചാർജും പോയി ബാറ്ററി വരെ ഊരി താഴെ വീണാലും ആ ശബ്ദം നിലയ്ക്കേല.
സ്വന്തം താലി കെട്ടിയ ഭാര്യ വീട്ടിൽ നിന്നും അത്യാവശ്യം എന്തെങ്കിലും ഉള്ളു മേടിക്കണം, സവോള മേടിക്കണം, ഉരുളക്കിഴങ്ങ് മേടിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോൾ എന്നെ പറ, എളുപ്പം പറ, തിരക്കാം, എന്നെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലേ ചെയ്യുന്നേ, വെച്ചിട്ട് പോ. ഇതാണ്, ഈ സൗണ്ടാണ് ഭാര്യ എടുത്ത് വരുന്നത്. എന്നാൽ അതൊരു പ്രതീക്ഷയോടെ വിളിക്കുന്നതാണെങ്കിൽ അതിനൊരു പ്രതീക്ഷയോടെ, എന്നാ മുത്തേ, എന്നാ പറ്റിയേ, നിനക്ക് വല്ലതും വേണോടി, ഞാൻ വരുമ്പോൾ വല്ലതും കൊണ്ടുവരണോ, പറയുമാ? പറയില്ല. ഈ മുത്തും ഉമ്മയും ബാപ്പയും ഒക്കെ വരും വേറെ സ്ഥലത്ത്. അവിടെയാണ് ഈ മുത്തും ഉമ്മ ബാപ്പ കരളെ പൊന്നെ കോഴിക്കാലെ അൽഫാമെ കുഴിമന്തി എന്തെല്ലാം സംവിധാനമാണ് ഫോണിലൂടെ കേൾക്കുന്നത്. മെസ്സേജ് എടുത്താലും മെസ്സഞ്ചർ എടുത്താലും വാട്സപ്പ് എടുത്താലും എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇനി ഫോണ് ഭർത്താവിൻ്റെ എടുത്താൽ ഭാര്യ വന്ന് ഭർത്താവിനും, എന്നാ ഞാൻ ഈ ഫോൺ എടുക്കുന്ന കാരണം നിനക്കെന്നെ സംശയമാണോ? എന്താണ് കാര്യം ഫോൺ എടുക്കുന്നത്? ഭർത്താവിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണോ വേണ്ടയോ? ആരെങ്കിലും കൊടുക്കോ? പിറ്റേ ദിവസം കാണിയല്ലോ, അവിടെ യുദ്ധം നടക്കും. കാരണം ഈ സാധനം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിലൂടെയാണ്. പലരുടെയും ധാരണ ഇരിക്കുന്നത് മൊബൈൽ ഫോണിൽ വാട്സപ്പ് ചാറ്റ് ചെയ്താലും മെസ്സഞ്ചറിൽ പോയാലും ഡിലീറ്റ് ചെയ്താലും ഇതൊന്നും ഒരിടത്തും പോയി കിടക്കില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, നമ്മളൊരു ഫോൺ അടുത്ത് വെച്ച് സംസാരിച്ചാൽ അത് ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി എടുക്കാൻ സംവിധാനമുണ്ട്, ഡാറ്റാ സയൻറ്റിസ്റ്റ് ഉണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു വണ്ടി മേടിക്കുന്ന ചർച്ച വീട്ടിൽ ചെയ്ത് നോക്ക്. അത് ടൊയോട്ട മേടിക്കാൻ തീരുമാനിച്ചാൽ അടുത്ത നിങ്ങൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ടൊയോട്ടയുടെ പരസ്യം വരും. നിങ്ങൾ വീട്ടിൽ 10 ചെടി വയ്ക്കാൻ നിങ്ങൾ തീരുമാനിച്ച് 10 പേരിരുന്ന് സംസാരിക്കുമ്പോൾ അടുത്ത് ഫോൺ വെച്ചാൽ അടുത്ത നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത് ചെടികളുടെ പരസ്യമാണ്. നിങ്ങൾ എന്തെല്ലാം ഡിലീറ്റ് ചെയ്താലും അത് ഫോണിൽ കിടക്കും. എൻ്റെ മോൾ ഐഫോണിൻ്റെ ചിപ്പ് ഡിസൈനറാണ്, ഒരാൾ ഡാറ്റാ സയൻറ്റിസ്റ്റാണ്, മൂത്ത 2 പെൺകുട്ടികളും ഇളയത് മോനുമാണ്. അടുത്ത ഐഫോൺ ഇറങ്ങാൻ പോകുന്നത് ഒരു പേപ്പർ കനത്തിലാണ് വരാൻ പോകുന്നത്. നമ്മൾ ഏതെല്ലാം മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും എടുക്കാൻ അവർക്കറിയാൻ പറ്റും. നമ്മൾ ഫോൺ നിലത്ത് വെച്ചാലും സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നുവോ അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കും. കൊച്ചിൻ്റെ കല്യാണമാണ്, 51 പവൻ്റെ സ്വർണ്ണം മേടിച്ചേക്കാമെന്ന് തീരുമാനിച്ചാൽ അടുത്ത ഫോൺ തുറക്കുമ്പോൾ കല്യാൺ ജുവലേഴ്സിൻ്റെയൊക്കെ പരസ്യം ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഒരെണ്ണം നിങ്ങൾ ഒരു 30 സെക്കൻഡ് കണ്ടാൽ ആ 30 സെക്കൻഡിനെ കിടപിടിച്ചുകൊണ്ട് അടുത്ത മെസ്സേജുകൾ വരും. ശരിയാണോ അല്ലയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി എടുക്കുന്നത്. ആരും കേൾക്കുന്നില്ല, ആരും പറയുന്നില്ല. മൊബൈൽ ഫോണിലൂടെ ഉമ്മ ബാപ്പ ചേച്ചി ചാറ്റെ എന്ന് വിളിച്ചാൽ ആരും അറിയുന്നില്ലെന്നാണെങ്കിൽ അതറിയുന്നവൻ തലയ്ക്ക് മുകളിലല്ല ഓഫീസിലിരിപ്പുണ്ട്. പണ്ട് കാലത്ത് തലയ്ക്ക് മുകളിലാണെങ്കിൽ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നുണ്ട് 24 മണിക്കൂറും ഡാറ്റാ സയൻറ്റിസ്റ്റ് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേണ്ടത് ആർക്കാണ്? പെയിൻ്റ് അടിക്കാൻ ശ്രമിച്ചാൽ പെയിൻറ്റ് കമ്പനിക്കാരൻ അത് അയച്ചു കൊടുക്കും. വണ്ടി എടുക്കാൻ ആരെങ്കിലും, അഖിലേഷ് വണ്ടി എടുക്കാൻ തീരുമാനിച്ചു, 9446137626 അഖിലേഷ് ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വണ്ടിക്കാരന് ആ മെസ്സേജ് അയച്ചു കൊടുക്കും. ഉടൻ വണ്ടിക്കാരൻ്റെ പരസ്യം അഖിലേഷിൻ്റെ ഫോണിലേക്ക് വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലയ്ക്ക് മുകളിലല്ല, ഓഫീസിൽ ആളുണ്ട്, ഇരുന്ന് വെച്ച് താങ്ങുന്നത് കൊള്ളാം, ഉറപ്പാണ്. ജീവിതത്തെ തകർത്ത് കളയാൻ അധികം സമയം വേണ്ട. നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടാണ്, നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഭർത്താവിനോടാണ്, നമ്മൾ ചിരിച്ചു കാണിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഭർത്താവിനോടുമാണ്. നമ്മളെപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടാണ്. നമ്മൾ ആനന്ദ നൃത്തമാടേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണ്. നമ്മൾ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിളമ്പി വെച്ച് മക്കളോടൊത്ത് ചേർന്ന് നിന്ന് കഴിക്കേണ്ടത് ഒരുമിച്ചായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നത് ഒരുമിച്ചായിരിക്കണം. അല്ലാതെ ചേട്ടൻ മുന്നേ പോയി നീ പൊക്കോ ഞാൻ വന്നേക്കാം. പലപ്പോഴും സ്ത്രീ ആദ്യം മുന്നേ, അതിന് പുറകെ. അങ്ങനെയല്ല, ഒരുമിച്ച് പോകണം. ഒരു ക്ഷേത്രത്തിൽ പോയാലും, ഒരു കല്യാണത്തിന് പോയാലും, ഒരു വിരുന്നിന് പോയാലും, ഒരു ഷോപ്പിൽ പോയാലും കൈപിടിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരുമിച്ച് റോഡിലൂടെ അല്ല വാഹനത്തിലൂടെ സഞ്ചരിക്കണം. മുട്ടിച്ചേർന്നിരുന്ന് സഞ്ചരിക്കണം. അവിടെ കിട്ടുന്നൊരു പരസ്പര ബഹുമാനമുണ്ട്, ഒരു പരസ്പര സ്നേഹമുണ്ട്, ഒരു സഹവർത്തിത്വമുണ്ട്. അതാണ് കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത്. ആരും ആരോട് മുട്ടി ഉരുമി ഇരിക്കുന്ന പോയിട്ട് അടുത്ത് പോലും ഇരിക്കുകയില്ല. ചേട്ടൻ വന്ന് സെറ്റിയിലിരുന്നാൽ ചേച്ചി വന്ന് അങ്ങ് അപ്പുറത്തെ മുറിയിലെ കട്ടിലിൽ അങ്ങേ അറ്റത്ത് പോയിരിക്കും. എന്നാൽ ചേട്ടൻ ഇരിക്കുന്നിടത്ത് വന്ന് അടുത്ത് വന്ന് മുട്ടിച്ചേർന്ന് പിള്ളേരിരുന്ന് കണ്ടാലും വേണ്ടില്ല, കൈയൊക്കെ ഒന്നെടുത്ത് കൈയോട് ചേർത്ത് പിടിച്ച് ഇന്ന് എന്നാ ക്ഷീണം പോലെ, ഒരു പിണക്കം പോലെ ഒന്ന് ചോദിക്കണം. മക്കൾ കാണട്ടെ. ആ മക്കൾ നാളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അവരും കാണിച്ചു കൊടുക്കണം, അവർക്ക് കാണിച്ചു കൊടുക്കണം അച്ഛനും അമ്മയും എങ്ങനെ സ്നേഹിച്ച് ജീവിച്ചു എന്നുള്ളത്. കാണിച്ചു കൊടുക്കണോ വേണ്ടയോ? ഏത് കോളേജിൽ നമ്മുടെ മക്കളെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കും? നമ്മുടെ മക്കൾക്ക് ജീവിതം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ അവർക്ക് ജീവിതം കാണിച്ചു കൊടുക്കണം. നമ്മൾ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കണം. അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചു കൊടുക്കണം. അച്ഛനും അമ്മയും ചേർന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താടിക്ക് പിടിച്ചും കൊഞ്ഞാരം പറഞ്ഞും തമാശ പറഞ്ഞും കളികളും ചിരിക്കുന്നത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം.
മക്കളുടെ കല്യാണം ആലോചിക്കുമ്പോൾ നാളെ മക്കൾ പറയണം, എനിക്ക് അച്ഛനെ പോലെ ഒരു ചെറുക്കനെ വേണം. മകൾ പറയണം, എനിക്ക് അമ്മയെ പോലുള്ള മകൾ എനിക്ക് വരണം. മാതൃകകൾ കാണിച്ചു കൊടുക്കേണ്ടത് അച്ഛനും അമ്മയുമാണ്. ഒരിടത്തും ആരെയും നമ്മുടെ മക്കളെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കില്ല. നമ്മളാണ് വഴിത്താരകൾ, നമ്മളാണ് വഴികാട്ടി കൊടുക്കേണ്ടത്. ആ വഴികാട്ടി കൊടുക്കേണ്ട നമ്മൾ മക്കളോട് സംസാരിക്കുന്നുണ്ടോ? എത്ര ഭവനങ്ങളിൽ മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? 10 മാർക്ക് കുറഞ്ഞാൽ ഉടനെ അവിടെ പോയി നേരെ ചുമ്മാ കോലമെടുത്ത് തുള്ളുകയാണ്. എങ്ങനെ മാർക്ക് കുറഞ്ഞു? നീ എനക്ക് എന്തിൻ്റെ കേടായിരുന്നു? നിന്നെ എവിടെ വിട്ട് പഠിപ്പിച്ചു? എന്നാൽ കിട്ടിയ 40 മാർക്കിന് കുഞ്ഞിൻ്റെ കഴിവിലേക്ക് തിരിഞ്ഞു നോക്കി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട്, എൻ്റെ കൊച്ചിനും 10 മാർക്ക് പോയാൽ എന്താ, 40 മാർക്കിന് എൻ്റെ കുഞ്ഞിന് എഴുതിയില്ല, എൻ്റെ മിടുക്കം കൊച്ചാണ്, എൻ്റെ പൊന്നു കൊച്ച്, നല്ല അറിവുള്ള നല്ല കഴിവുള്ള കൊച്ചാണ്, പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ കഴിവിനെയും അറിവുകളെയും പഠിത്തത്തെയും അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും വിമർശനക്കാരാണ്, കുറ്റപ്പെടുത്തലാണ്, ദേഷ്യം കാണിക്കുന്നവരാണ്. അങ്ങനെയല്ല. ആ കാലഘട്ടം പോയി. നിങ്ങൾ മക്കളിലേക്ക് ചേർന്ന് നിൽക്കണം. മക്കളുടെ കഴിവുകളെ നിങ്ങൾ അംഗീകരിക്കണം. അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. മാതാവും പിതാവും എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സമീപത്തുണ്ടാവും. മനുഷ്യനെന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുമ്പോൾ, ഞാനെന്ന ഭാവം നമ്മളിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. ജനിച്ചു വീഴുമ്പോൾ ആരെങ്കിലും, നമ്മൾ സ്വന്തമായിട്ടാണോ ഒരു ഇച്ചിരി വെള്ളം എടുത്തു കുടിക്കുന്നത്? ആരോ വെള്ളം തൊട്ട് തരുന്നു. ശരിയാണോ? നമ്മൾ സ്വന്തമായിട്ടാണോ വസ്ത്രം ഉടുക്കുന്നത്? ആരോ നമ്മളെ ഉടുപ്പിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? ആരോ വാരിത്തരുന്നു. ഇത് തന്നെയല്ലേ മരണം സംഭവിച്ചു കഴിയുമ്പോഴും സംഭവിക്കുന്നത്? ആരോ വെള്ളം കോരി തരുന്നു, ആരോ നമ്മളെ കുളിപ്പിക്കുന്നു, ആരോ വസ്ത്രം ഉടുക്കുന്നു, ആരോ എടുത്തുകൊണ്ട് പോകുന്നു. ഇതിനിടയ്ക്കുള്ള ജീവിതം, അത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കളിയാക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും, പുച്ഛിക്കാൻ 100 കണക്കിന് ആൾക്കാരുണ്ടാകും. ജയിച്ച് കാണിച്ചു കൊടുക്കണം ജീവിതം. മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വയ്ക്കേണ്ടതല്ല മനുഷ്യൻ്റെ ജീവിതം. നമ്മളെ പരാജയപ്പെടുത്തുന്നിടത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതം. വർഷങ്ങളോളം വാടകയ്ക്ക് കിടന്നതാണ്. ഒരു കുടിലെന്ന സ്വപ്നമില്ലാതിരുന്ന ഒരാളാണ്. അച്ഛൻ നാട്ടുവൈദ്യവുമായിട്ട് രാവിലെ ഇറങ്ങി വൈകിട്ട് തിരിച്ചു വന്നാൽ കിട്ടുന്നത് തുലോം തുച്ഛമായിരുന്നു. അമ്മ അടുത്ത വീടുകളിൽ പോയി തൊണ്ട് തല്ലിയും പാടത്ത് നെല്ല് കൊയ്തും ജീവിക്കുന്ന 8 മക്കളെ വളർത്താൻ വേണ്ടി. അത് കണ്ടു വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലെ തീകൾ എനിക്കറിയാം. സരോജിനി 100 തേങ്ങയുടെ തൊണ്ട് തല്ലുമ്പോൾ മറ്റുള്ളവർ 50 തേങ്ങയുടെ തൊണ്ട് തല്ലുമ്പോൾ സരോജിനി വരുന്നുണ്ട്, പെട്ടെന്ന് തീർത്തോ, അല്ലെങ്കിൽ സരോജിനി അത് മുഴുവൻ തീർക്കും. സരോജിനിക്ക് 8 മക്കളും മറ്റുള്ളവർക്ക് 3 മക്കളുമാണ്. 8 മക്കളുള്ള അമ്മയുടെ കരങ്ങൾ 100 പ്രാവശ്യം ഉയർന്നുമ്പോൾ 3 മക്കളുള്ള ആ തൊണ്ട് തല്ലുന്ന ഒരു ചേച്ചിയുടെ കരങ്ങൾ 2 പ്രാവശ്യമേ ഉയരുള്ളൂ. ആ അമ്മയുടെ മനസ്സിൽ 8 മക്കളാണ്. അച്ഛൻ്റെ മനസ്സിൽ 8 മക്കളാണ്. ആ 8 മക്കളെ വളർത്തുന്നതിനാണ് മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ എന്ന് പറയുന്നത്. അതാണ് അമ്മയും അച്ഛനും എന്ന് പറയുന്നത്. മക്കൾ ഏതെങ്കിലും തലങ്ങളിൽ എത്തുന്നത് വരെയും അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, നല്ല വസ്ത്രമെടുക്കാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല കാഴ്ചകൾ കാണാതെ അവർ ജീവിക്കുന്നു. മക്കളേതെങ്കിലും തലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അച്ഛൻ കൊള്ളില്ല. അച്ഛൻ പറയുന്നതാണ് അച്ഛന് വിദ്യാഭ്യാസം കുറവ്, അമ്മയ്ക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല, അമ്മ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്. എല്ലാം പൊട്ടത്തരങ്ങളാണ്. മാതാപിതാക്കൾ ഈ ഭൂമിയിലെ ദൈവം തന്നെയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ എനിക്ക് നൽകിയപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ എൻ്റെ അവിടുത്തെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെല്ലാം ഞാൻ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു കുടുംബം പോലെ നിന്നാൽ ഈ 10-20 കുടുംബങ്ങളാണ് കഴിഞ്ഞു പോണത്. അവിടെ നിങ്ങൾ ജോലിക്കാരാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ അപ്പോൾ നിങ്ങളല്ലാതെയാകും. അവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ പോയി നിന്നാലും നമ്മൾ അവരിൽ ഒരാളായിരിക്കണം. നമ്മൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ആ സ്ഥാപനത്തോട് നമ്മൾ കൂറുള്ളവരായിരിക്കണം. ആ സ്ഥാപനം നിലനിന്നാലേ ഞാനുമുള്ളൂ അവരുമുള്ളൂ എന്നൊരു വിചാരം വേണം. നമ്മുടെ അന്നത്തിന് വിഘാതം വരാതിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും ലളിതമായ മാർഗങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇത്രയും വാഹനങ്ങളും ഇത്രയും ഹോസ്പിറ്റലുകളും ഇത്രയും പേഷ്യൻറ്റും ഇന്ത്യയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് എവിടെയെങ്കിലും എനിക്ക് കാണിച്ചു തരാമോ? ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ധന്വന്തരൻ വൈദ്യൻ്റെ പോസ്റ്റിനടിയിൽ ലോകത്തൊരു മനുഷ്യനില്ല നെഗറ്റീവ് കമൻറ്റ് സ്വീകരിക്കാത്തത്. എന്തേ ഒരു ധന്വന്തരൻ വൈദ്യൻ്റെ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇല്ലാത്തത്? ഞാൻ കച്ചവടക്കാരനല്ല, ഞാനൊരു വൈദ്യനാണ്. ശ്രീനാരായണ ഗുരുദേവൻ മഹാവൈദ്യനായിരുന്നു. ആ
ആ ഭഗവാന്റെ പാതകൾ പിന്തുടർന്ന് ഇന്ന് വരെ എനിക്ക് പരാജയം നുടഞ്ഞിട്ടില്ല. ഈ ശിവഗിരിയുടെ മണ്ണിൽ പല പ്രാവശ്യവും ഞാൻ പാദസ്പർശം നടത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. ഇത്രയധികം അലോപ്പതി വിഭാഗത്തിലെ ഈ ഡോക്ടർമാരെല്ലാം എന്നെ ചികിത്സ തേടിയെത്തുന്നുണ്ടെങ്കിൽ, ഇത്രയധികം മന്ത്രിമാരെന്നെ അടുത്ത് ചികിത്സ തേടിയെത്തുന്നുണ്ടെങ്കിൽ, ഇത്രയധികം പോലീസ് അധികാരികൾ ചികിത്സ തേടിയെത്തുന്നുണ്ടെങ്കിൽ ആ കരുണാമയനായ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ധന്വന്തരൻ വൈദ്യൻ്റെ അറിവല്ല, കഴിവല്ല, ഞാൻ പഠിച്ച ഗ്രന്ഥത്തിലെ അറിവുകളുമല്ല, കഴിവുകളുമല്ല. അതിനപ്പുറത്തേക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ മോനൊരു ആപത്തും വരുത്തല്ലേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആ കുഞ്ഞിനെ ഉയർത്തുന്നത്. ഇടിച്ചു കയറാൻ കഴിവ് കിട്ടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒരു വിഷമായോ? ഞാൻ നിർത്താം. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഒരാശുപത്രിയുടെ ഗ്രൗണ്ടിൽ കൊണ്ട് നിങ്ങളുടെ വണ്ടി ഇടുന്നത് BMW ഓഡിയോ ബെൻസ് ആണെങ്കിൽ ഉറപ്പാണ് അവിടുത്തെ ക്യാമറ വെച്ചിരിക്കുന്നത് വണ്ടി മോഷണക്കാരെ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ വന്നത് വോൾവോയിലാണെങ്കിൽ ഉടൻ റിസപ്ഷനിൽ വരും, വോൾവോയിൽ വന്നൊരു കണ്ണട വെച്ച താടിക്കാരൻ വരുന്നുണ്ട്, നോക്കിക്കോളാൻ പറയും. അവൻ അവിടുന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ അവൻ വരുന്നത് അവൻ്റെ പ്രത്യേകം ഡോക്ടറെ മുന്നിലേക്ക് അവനെ കൊണ്ടുപോകും. അവിടെ വന്ന് സ്കാനും റിപ്പോർട്ടും എല്ലാം നടത്തി അവിടെയുള്ള മുഴുവൻ യന്ത്രമനുഷ്യന്മാർ മുഴുവൻ പരിശോധിച്ചിട്ട് അവസാനം അവനോട് പറയും, സന്തോഷമായിരുന്നു, ഒരു കുഴപ്പമില്ല, ഒരു ഗ്യാസായിരുന്നു, സന്തോഷമായി, 32,500 ബില്ലും. നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എന്നാലും അവനവൻ്റെ വീട്ടിലിറങ്ങി ഗ്യാസ് ആണെന്ന 2 നല്ല ഭക്ഷണം കഴിക്കോ, അല്ലെങ്കിൽ നല്ല രസം വെച്ച് കഴിക്കോ, 2 ഇഞ്ചി മോരിച്ചിട്ട് വെള്ളം ഇഞ്ചി മോര് രസം, എന്നാ രസം, ഇതൊന്നും തൊടില്ല. നമ്മൾ ചേന കൂട്ടി കറി കഴിക്കില്ല, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിലും ചേന ഇട്ടിച്ചിട്ട് അവിയൽ പോലും വെക്കില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ രസം കൂട്ടി നിങ്ങൾ ചോറുണ്ട് നോക്കിക്കോ, നിങ്ങളുടെ ഉദരം ശുദ്ധമാകും. നിങ്ങൾ പൈൽസ് രോഗിയാണോ, ഒരു 5 ദിവസം നിങ്ങൾ മോര് കൂട്ടി ചോറുണ്ട് നോക്കിക്കോ, 6-ാം ദിവസം നിങ്ങളുടെ പൈൽസ് കുറയും. നിങ്ങളുടെ തലയിൽ നിറച്ച് താരനാണെങ്കിൽ കറ്റാറ് വാഴപ്പോള നീരെടുത്തിട്ട് ഇച്ചിരി മുട്ട വെള്ളം ചേർത്ത് തലയിലൊന്ന് തേച്ച് നോക്കണം. 5 അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ ആ തലയിൽ താരൻ പോവും. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണെങ്കിൽ 2 ബക്കറ്റ് വെള്ളത്തിൽ ധാരയായിട്ട് നിങ്ങൾ തലയിൽ ധാരയായിട്ട് വെള്ളം ഒഴിച്ച് കുളിച്ചു നോക്കിക്കോളൂ, അവിടെ മുടി കൊഴിച്ചിൽ നിൽക്കും. നിങ്ങൾക്ക് കൊളസ്ട്രോൾ വന്നാൽ അതിനകത്ത് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉലുവയോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലോ ചേർന്ന മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷണം തയ്യാറാക്കണം. അവിടെ കൊളസ്ട്രോൾ കുറയാൻ തുടങ്ങും. നടക്കണം രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ, ഒരു മരുന്നും വേണ്ട. നിങ്ങൾ BP ഉള്ളവരാണ്, നിങ്ങളുടെ ടെൻഷൻ മാറ്റി വീട്ടിൽ ഡപ്പാങ്കൂത്ത നടത്ത്. എന്തിനാണ് ഈ പിരിമുറുക്കം, എന്തിനാണ് ഈ മസൽ പിടുത്തം? BMW ഓടിയും ബെൻസും 3 നില വണ്ടിയും ഈ സൗകര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഏതാണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്നോ? ആണോ അല്ലയോ? ഇതേ ഇവിടെ എൻ്റെ മുന്നിൽ ഈ കൊല്ലത്ത് നിന്ന് വന്ന പേഷ്യൻസ് ഒക്കെ ഇരിപ്പുണ്ട്. അവരവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഞാനൊരു പ്രത്യേക പരിഗണന കൊടുക്കും. അവരെ പെട്ടെന്ന് കടത്തിവിടണമെന്ന് രോഗികൾ കാണാൻ വരുമ്പോൾ. എന്താണ്, വെളുപ്പിനെ 3:30-ക്കുള്ള ട്രെയിൻ കയറിയാണ് വരുന്നത്. വരുമ്പോൾ വൈദ്യനെ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു ദിവസം വരുമ്പോൾ കരിമീൻ, കൊഞ്ച് ഉള്ള മീൻ വറുത്തത് എല്ലാം കൂടെ വൈദ്യനെ കാണാൻ അങ്ങ് പെരുമ്പാവൂർ കൊണ്ടുവരുവാണ് കൊല്ലത്തുനിന്ന്. ഓരോ മനുഷ്യരും പോകുമ്പോൾ കേക്കും മിഠായി എല്ലാം വൈദ്യൻ്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കുകയാണ്. ചിലർക്ക് വൈദ്യനൊന്ന് തൊട്ടാൽ മതി, ചിലർക്ക് വൈദ്യൻ എത്ര സമയമെടുത്താലും 1/2 മണിക്കൂറും 3/4 മണിക്കൂറും എടുത്ത് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് സാന്ത്വനം നൽകിയാണ് ഈ വൈദ്യൻ അവിടെ നിന്ന് കൺസൾട്ടിങ് നടത്തുന്നത്. ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി 9:45 രാവിലെ ഇരിക്കുന്നത്. ആ സമയം വരെ പേഷ്യൻ്റ് ആണെങ്കിലും ഞാൻ ഒരാളെ പോലും ഞാൻ സ്പെൻഡ് ചെയ്യാതെ വിടില്ല. എന്താണ് അതിന് കാരണം? എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ജീവനല്ല, ഒരുപാട് ജീവിതങ്ങളാണ്. ഒരു ജീവനെ കണക്ട് ചെയ്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളാണ് ഏറ്റവും വലുത്. നമ്മളെപ്പോഴും വൈദ്യൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാളെ കളിയാക്കുമ്പോൾ, ആ പരിഹസിക്കുമ്പോൾ, ആ പരിഹാസമായിട്ട് വീട്ടിൽ പോയിരുന്ന് കരയുമ്പോൾ എത്ര പേർ ആ വീട്ടിലുണ്ടാകും? എന്താണ് അമ്മയെ കരയുന്നത്, എന്താണ് അച്ഛ കരയുന്നത്? അച്ഛനെ വിഷമിപ്പിച്ചവനെ കുറിച്ച് ഓർത്താൽ എത്ര പേരുടെയാണ് ശാപങ്ങൾ കയറി വരുന്നത്? ഈ മണ്ണിൽ ലയിച്ചു ചേരുന്ന നമ്മൾ എന്തിനു മറ്റുള്ളവരെ വിഷമിപ്പിക്കണം? ഈ മണ്ണിലേക്ക് ജലം, വായു, അഗ്നി, ആകാശം, ഭൂമിയുള്ള പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരം മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു വാക്കുകൾ കൊണ്ടുപോലും വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടാകില്ല. സുഖവും സന്തോഷവും വിളിച്ചു വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഈ പ്രഭാഷണത്തിൽ കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ഇട്ട് കൊടുക്കണം.
ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെടുത്ത് ചരിത്രം പഠിക്കുമ്പോൾ എബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ചൊക്കെയുള്ള ചരിത്രം പഠിക്കുന്നു. നമ്മൾ എന്തിട്ട് കൊടുത്തിട്ട് പോകണം? അവരിട്ട് തന്നത് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമാണോ വേണ്ടത്? നമ്മുടെ ജീവിതത്തെ സ്വായത്തമാക്കണം, കൈപ്പിടിയിൽ ഒതുക്കണം. സൈഡിൽ നിന്ന് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭവനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കൊണ്ടുപോകരുത്. വീട്ടിൽ കൊണ്ടുവന്ന് അവനത് പറഞ്ഞ് അവളത് പറഞ്ഞ് കരച്ചിൽ പാടില്ല. വീട്ടിൽ വിളക്ക് കത്തിച്ച് ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വീട്ടിൽ നെഗറ്റീവുകൾ കൊണ്ടുവരരുത്. കാല് കഴുകി അകത്ത് കയറിയാൽ അത് അവിടെ തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷമങ്ങൾ ഇട്ടുകൊടുക്കരുത്. നമ്മൾ കടന്നു വന്ന വഴിത്താരകളാണ് ഇട്ടുകൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റെ മുഖ്യമായ പരമോന്നതമായ ലക്ഷ്യത്തിലെത്തും. കുഞ്ഞുങ്ങളെ നമ്മൾ കേൾക്കാൻ പഠിക്കണം, ശ്രോതാവായിരിക്കണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ അവിടെയും ശ്രോതാവായിരിക്കണം. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പരിചരണം ഉണ്ടല്ലോ, ആ കുഞ്ഞിന് നിങ്ങൾ സ്നേഹം കൊടുക്കണം, നല്ല ശബ്ദം കേൾപ്പിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ശ്രദ്ധിച്ചു നോക്കിക്കോ, എത്ര വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങളിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു 7 Pro Max എടുത്ത് കയ്യിൽ കൊടുത്ത് നോക്ക്. ഐഫോണിൻ്റെ മുഴുവൻ ആപ്ലിക്കേഷനും ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെടുക്കും. പക്ഷെ ഡിഗ്രി പഠിച്ച നിങ്ങളെടുക്കില്ല. കാരണം ഈ സാധനം വയറ്റിൽ കിടക്കുമ്പോൾ ഈ കാണുന്നത് അഹഹ ഹോഹോ ഹിഹിയാണ്. അന്നേരം ഉടനെ പറയും, എൻ്റെ മകൻ്റെ ബുദ്ധി കണ്ട, 3ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നെങ്കിലും എല്ലാ ആപ്ലിക്കേഷനും അവൻ എടുക്കുന്നുണ്ട്. മെസ്സേജോ മെസ്സഞ്ചറോ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ എന്ത് വേണം, എല്ലാം എടുക്കാൻ എൻ്റെ കുഞ്ഞിനറിയാം. അതാണ് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവിടുമ്പോൾ ആ സ്ത്രീ നല്ല സാത്വിക സന്മാർഗ ദർശനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതാണ്. ഭക്തിയുടെ മാർഗം കൊടുക്കണം. ഇന്ന് ഏത് കുഞ്ഞുങ്ങൾക്കാണ് ഭക്തിയുള്ളത്? 16 വയസ്സ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ അമ്പലത്തിൽ വരില്ല. നാമം ജപിക്കാൻ വിളിച്ചാൽ നാമം ജപിക്കുന്നിടത്ത് വന്നിരിക്കുമോ ഏതെങ്കിലും ഒരു ആൺകൊച്ച്? എത്ര കുടുംബങ്ങളിൽ എല്ലായിടത്തും നാമം ജപിക്കുന്നത് അവിടെയുള്ള അമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഒരു പെൺകൊച്ചുണ്ടാകും. പെൺകുട്ടികൾ മാത്രമാണ് നാമം ജപിക്കുന്നത്. ആൺകുട്ടികളെ നാമം ജപിക്കാൻ വിളിച്ചാൽ വിളിക്കില്ല. അവൻ നാളെ തെരുവോരങ്ങളിലേക്ക് ഇറക്കി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. എന്താണ് കാരണം? അവൻ്റെ മനസ്സിലൊരു ദൈവികത ഉണ്ടായിട്ടില്ല, അവൻ്റെ മനസ്സിലൊരു ഈശ്വരീയത ഉണ്ടായിട്ടില്ല, അവൻ്റെ മനസ്സിൽ സാത്വികം എന്താണെന്നറിയില്ല, സന്മാർഗം എന്താണെന്നറിയില്ല. അത് പകർന്നു കൊടുത്തിട്ടില്ല. പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു. നാമജപത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി സന്മാർഗ ദർശനങ്ങൾ പകർന്നു കൊടുത്തൊരു തലമുറയുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അവർ തളരത്തൊന്നുമില്ല. 9 വയസ്സുള്ള 11 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികൾ കയറെടുത്ത് കഴുത്തിലിട്ട് കുരുക്കി ആത്മഹത്യ ചെയ്യുന്നു. ആ കുഞ്ഞിനെ കേൾക്കാൻ പോലും നമ്മൾക്ക് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നില്ല. ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു മതിയായി. നിങ്ങൾക്കും തൃപ്തിയാണെന്ന് എനിക്കറിയാം. എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ ഈ ഭൂമിയിൽ അധിവസിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബജീവിതങ്ങൾ ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളോടും കൂടി നിങ്ങൾക്ക് സാധിക്കണം. ആരോഗ്യമുള്ളൊരു ശരീരത്തിന് നിങ്ങൾ ഔഷധങ്ങളെ തേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുക്കളയിലുണ്ട് നിങ്ങളുടെ ഔഷധങ്ങൾ. ഒരു കഫക്കെട്ട് വന്നാൽ പോലും ഒരു നുള്ളു നാടൻ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് 5 ദിവസം കഴിച്ചാൽ ആ കഫക്കെട്ട് കുറയും. ചുമ്മാ ഒരു 2 തുളസിയിലും 2 കഷ്ണം പച്ചമഞ്ഞളും ഇട്ട് ഒരു ആവി പിടിച്ചാൽ നിങ്ങളുടെ കഫക്കെട്ട് കുറയും, തുമ്മൽ കുറയും, ജലദോഷം കുറയും. വല്ലപ്പോഴുമൊക്കെ രസവും ഇഞ്ചിമോരും സാമ്പാറും അവിയലുമൊക്കെ വയ്ക്കും. സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല പുളി, കുടംപുളി അല്ല വാളംപുളി തന്നെ ചേർക്കുക. അവിയൽ വയ്ക്കുമ്പോൾ അതിനകത്ത് ഏത്തയ്ക്ക കൂടുതൽ ചേർക്കാൻ ശ്രമിക്കണം. ഫൈബറാണ്. ഡയബറ്റിക്കാർക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു വാഴച്ചുണ്ടോ, വാഴപ്പിണ്ടി കേട്ടിട്ടുണ്ടോ? വാഴപ്പിണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു 5 ദിവസം തോരൻ വെച്ച് കഴിച്ചാൽ ഡയബറ്റിക്കിൻ്റെയൊക്കെ ലെവൽ ഫൈബറാണ് കുറയും. സെലിബ്രിറ്റികൾ കഴിക്കുന്നത് പാത്രം നിറച്ച് ചോറുണ്ണാറില്ല. നമ്മൾ 1.5 ചാക്ക് അരിയുടെ ചോറ് അങ്ങോട്ട് വെച്ചിട്ട് സൈഡിൽ ഇച്ചിരി കറിയും വെച്ചിട്ട് ഇത് മുഴുവൻ ഉരുട്ടി ഗുരുവായൂർ ആനയ്ക്ക് കൊടുക്കുന്നത് പോലെ തട്ടി തൊണ്ടക്കുഴി വരെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് അവിടെ ഫില്ല് ചെയ്തിട്ട് മാറി നീണ്ടു നിവർന്ന് പാനെ നോക്കി എന്ന് പറഞ്ഞ് കിടക്കുക. അരവയറ് നിറയ്ക്കില്ല. നിലത്ത് ചമ്രം പടഞ്ഞ് അരവയറ് നിറച്ച് വിശപ്പിൻ്റെ വിളിയറിഞ്ഞ് ജീവിച്ചൊരു സമൂഹമുണ്ടായിരുന്നു. അന്ന് യൂറിക് ആസിഡ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷറില്ല, മുട്ടുതേയ്മാനമില്ല, ഡിസ്ക് ബഡ്ജില്ല, ലിവർ ഫങ്ഷൻ ഒരു കുഴപ്പമില്ല, കിഡ്നി അടിച്ചു പോയിട്ടില്ല, അവയവമാരും മാറ്റിയും വെച്ചിട്ടില്ല. അന്ന് അവരുടെ ഭക്ഷണം മത്തങ്ങ, കോവയ്ക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക ഇതൊക്കെ ആയിരുന്നു. നിലത്ത് ചമ്രം പടഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. നല്ല വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നിട്ട് മുളക് ചമ്മന്തി ചാലിച്ച് അതുകൂട്ടി തിരുമി ചോറുണ്ടിരുന്നു. നല്ല കുത്തരിച്ചോറ്.
ഇന്ന് വരുന്ന അരിയാഹാരവും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അൽഫാമും കുഴിമന്തിയും എല്ലാം കൂടെ തൊണ്ടക്കുഴി കൊണ്ട് വെച്ച് ലോഡാക്കി ആ മിഷൻ വരെ സ്ട്രക്കായി പോകുന്ന രീതിയിൽ നിർത്തും. അത് രാത്രി 11 മണിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 11 മണിക്ക് കൊടുക്കും. 9 മണിക്കാണ് ചേട്ടൻ വരുന്നതെങ്കിൽ 9:15 പോർച്ചിൽ കിടക്കുന്ന വണ്ടിയുടെ ലൈറ്റ് തെളിയും. ഉടൻ പുറത്തേക്ക് വണ്ടി പ്രവഹിക്കുകയാണ്. എവിടെങ്കിലും വഴിയോരങ്ങളിൽ പോയി വഴിയോരങ്ങളിൽ 12,000 ബൾബിട്ട് വെച്ചിരിക്കുന്ന കുഴിമന്തിക്കടയുടെ കടയിൽ പോയിരുന്ന് വലിച്ച് തെക്കോട്ടും വടക്കോട്ടും വലിച്ചു കീറി തിന്ന് രാത്രി 2 മണിക്ക് വന്നിട്ട് നീണ്ടു നിവർന്ന് വതപ്പിനടിയിൽ ഇങ്ങനെ ഒരു കിടപ്പുണ്ട്. വെളുപ്പിന് 8 മണി 9 മണി കഴിയുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് സമയം പോയി എന്നാലും പിന്നെ ഒരു ഓട്ടമാണ്. 30 വയസ്സ് കഴിയുമ്പോൾ ജരാനരകളും, 35 വയസ്സാകുമ്പോൾ കൊളസ്ട്രോളും, 40 വയസ്സാകുമ്പോൾ യൂറിക് ആസിഡും പിടിച്ച് രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ. പണ്ടൊരു രോഗിയെ കാണാൻ തിരക്ക് നടക്കണമായിരുന്നെങ്കിൽ ഇന്നെല്ലാ ഭവനങ്ങളും രോഗികളാണ്. ഔഷധങ്ങളില്ലാത്തൊരു ഭവനങ്ങളില്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു നാട്ടുവൈദ്യൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ രോഗം വന്നാൽ ഒരു അലോപ്പതി വിഭാഗത്തിലെ ഡോക്ടറെ കാണിക്കണം, ഡയഗ്നോസ് ചെയ്യണം. ചാടിക്കേറി ആയുർവേദത്തിൽ പോകരുത്. എന്താണ് കാരണം? ഒരു ജീവനല്ല, ഒരുപാട് ജീവിതങ്ങളാണ്. എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ അലോപ്പതി ഡോക്ടർമാരെ കാണണം, നിങ്ങൾ ഡയഗ്നോസ് ചെയ്യണം, നിങ്ങളുടെ രോഗം എന്താണെന്ന് അറിയണം. ആയുർവേദം വേണമെങ്കിൽ ആയുർവേദം നിങ്ങൾ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് മൺമറയുമ്പോൾ ധന്വന്തരൻ വൈദ്യൻ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് 1 മാസമെങ്കിലും അറിയട്ടെ. അതിനുള്ളൊരു പരിശ്രമമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ മാനവികയുടെ ജീവിത മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളൊരു കുടുംബത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലിരുന്ന് പ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഈ ചാത്തന്നൂർ SNDP യൂണിയൻ്റെ സെക്രട്ടറിയുടെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഈ ക്ലാസ് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക. കഴിയുമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വൈദ്യരുടെ നാവിൽ നിന്ന് വന്നതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്നുണ്ടെങ്കിൽ, പാടത്തെ ധാന്യം പോലെ വളഞ്ഞു കുമ്പിട്ട് ചേറിലേക്ക് മുട്ടി നിൽക്കുന്ന ധാന്യം പോലെ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പകർത്തുക. ജീവിതം തിരിച്ചു പിടിക്കണം. പരാജയപ്പെട്ടെടുത്ത് നമ്മൾ പരാജയമോർത്ത് നിൽക്കാതെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് പോകണം. നിങ്ങൾ തിരിഞ്ഞു നോക്കണം. സംഭവിച്ചതിനെ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വഴികാട്ടിയാവണം നിങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ സമർപ്പിക്കാം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭവനമാണ് ആശുപത്രി, അടുക്കളയാണ് നമ്മുടെ ആശുപത്രി, നമ്മുടെ ഭക്ഷണമാണ് ഔഷധം. ഏത് ഭക്ഷണങ്ങൾക്കും രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുണ്ട്. നമ്മൾ നല്ല മനസ്സും ശരീരവുമുള്ള ആരോഗ്യമുള്ളൊരു ജീവിതമാകാൻ നമ്മുടെ അമ്മയാണ് ഡോക്ടർ. പാചകം ചെയ്യുന്നതാരാണോ അവരാണ് ഡോക്ടർ. തീർച്ചയായിട്ടും പുറമേ നിന്ന് വില കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ പാചകം കഴിക്കരുത്. പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഒന്നും ഓയിലുകളെയല്ല, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മുടെ കാരണവന്മാർ കാണിച്ചു തന്നിരിക്കുന്നത്. അത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ചേർത്ത് നല്ല അരിയാഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്യുക. പച്ചക്കറികൾ നിങ്ങൾക്ക് കിട്ടുന്ന വിലപ്പെട്ട സമയങ്ങൾ ഒരു ക്യാരി ബാഗിൽ ഒരു കാന്താരിയോ എന്തെങ്കിലുമൊക്കെ പയറോ ചീരയോ എന്തെങ്കിലുമൊക്കെ നട്ടുവെക്കണം. പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കി ജീവിതത്തെ സധൈര്യം നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒപ്പം ഒരു റിക്വസ്റ്റും കൂടെയുണ്ട്. ഇന്ന് ഈ പ്രഭാഷണം ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കോണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹൈന്ദവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സനാതനധർമ്മങ്ങളും ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്കും പ്രസക്തി കൊടുക്കുന്ന 2 ചാനലുകളുണ്ട്. ഒന്ന് ഇവിടെ ഇരിക്കുന്ന അനീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഗുരുപദം ചാനൽ, ശിവഗിരിയിലുള്ളതാണ്. 2 നമ്മുടെ ഹിന്ദുയിസം ചാനൽ. ഹൈന്ദവാചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സനാതന മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചാനലാണ് ഈ ഹിന്ദുയിസം ചാനലും ഗുരുപദം TV-യും. പല വിനോദങ്ങൾക്ക് വേണ്ടിയും ഫോളോ ചെയ്യുന്ന നിങ്ങളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ചാനലുകൾ, എൻ്റെ റിക്വസ്റ്റാണ്, ഞാൻ ഒരിടത്തും പറയാത്തതാണ്, ഈ ചാനലുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. നിരവധി മഹത്തുക്കളുടെ പ്രഭാഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ ഉയർത്തുന്നതും ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ഹൈന്ദവ ആചാരങ്ങളിലെ അത്ഭുതങ്ങൾ, അന്ധവിശ്വാസങ്ങളല്ല, അത്ഭുതങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഗുരുപദം TV-യും ഹിന്ദുയിസം ചാനലും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഫോളോ ചെയ്ത് കണ്ടു നോക്കണം. അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, അറിവിന് വേണ്ടി പറയുന്നതാണ്. മനുഷ്യൻ കബറിടം വരെ അറിവുള്ളവരായിരിക്കണം. ഗാനഗന്ധർവനായ ദാസേട്ടൻ്റെ വസതിയിൽ ചെന്നൈയിൽ ഞാൻ താമസിച്ച സമയത്ത് അത്രയും വാർദ്ധക്യത്തിലിരിക്കുന്ന ആ ദാസേട്ടൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നോട്ട്സുകൾ വെച്ചിരിക്കുകയാണ്, സംഗീതത്തിൻ്റെ നോട്ട്സുകൾ. ആ നോട്ട്സുകൾ അദ്ദേഹം ഇങ്ങനെ പാടി പഠിക്കുകയാണ്. ഇത്രയും പ്രായമുള്ള, ഇത്രയും അറിവുള്ള ഗാനഗന്ധർവനായ അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബറിടം വരെ നമ്മളെല്ലാം പഠിതാക്കളാണ്. അറിവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. വിനോദങ്ങൾക്കല്ല നമ്മൾ സമയം കൊടുക്കേണ്ടത്, അറിവിനായിരിക്കണം.
ആ അറിവുകൾ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വിലപ്പെട്ടത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടായി, സമൂഹത്തിന് നന്മയുണ്ടായി, നല്ല ആശ്രിത വാത്സല്യത്തോടു കൂടി നമ്മുടെ മക്കളെയും നമ്മുടെ സ്വത്തങ്ങളെയും രക്തബന്ധങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള ഒരു ജീവിതം അസാധ്യകരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ 2 ചാനലുകളും ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ഒരുപാട് ഞാൻ പോലും അതിശയിച്ച് പോകാറുണ്ട്. വലിയ വലിയ മഹത്തുക്കളുടെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം കൂറുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വിലപ്പെട്ട സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആരോഗ്യപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റാണ്. മാതാപിതാക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. പല മാതാപിതാക്കളുടെയും മക്കൾ വിദേശത്താണ്. അവരുടെ ഭക്ഷണ രീതികൾ കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് ഈ ചികിത്സയ്ക്കായിട്ട് കൂടിയെത്തുന്നത്. അവരുടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് ആ ദേശത്ത് ഔഷധങ്ങളും ജീവിത മൂല്യങ്ങളും വളരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, തെരുവോരങ്ങളിൽ ഭിക്ഷാടനത്തിന് പോകുന്ന ആൾക്കാർ ഒരു പുതപ്പുമില്ലാതെ ഏത് മഞ്ഞത്തും മഴയത്തും വെയിലത്തും കിടന്നുറങ്ങുന്നത് കാണാൻ സാധിക്കും. അവരാരും ഒരു ആശുപത്രിയിലും പോയി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചുമയാണ്, കൊളസ്ട്രോളാണ്, ഷുഗറാണെന്ന് പറഞ്ഞാൽ അവർ മരുന്ന് മേടിക്കാറില്ല. ആദിവാസി മേഖലയിൽ ചെന്നാൽ, ട്രൈബൽസിൻ്റെ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവരാരും ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാറില്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥിതിയിൽ ജീവിച്ച മക്കൾ, അതാണ് ചോദ്യം. ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥിതിയിൽ ജീവിച്ച് നമ്മുടെ ഭക്ഷണങ്ങൾ കഴിച്ച മക്കൾ ഒരു ദേശത്ത് പോകുമ്പോൾ അവിടെയുള്ള ഭക്ഷണ രീതികളുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടത്. അതിനെന്ത് മറുപടിയാണ് നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അവരുടെ വർക്കിംഗ് ടൈമാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഡെപ്പോസിറ്റ്സ് ചെയ്യുന്ന സാധനം സെയിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, എൻ്റെ ഒരു കൺസെപ്റ്റാണ്, ചിലപ്പോൾ വിമർശനം ഉണ്ടായേക്കാം, എന്ത് സാധനവും കഴിക്കാൻ സാധിക്കും, പക്ഷെ അത് സെയിൽ ചെയ്യാൻ സാധിക്കണം. ഭക്ഷണം കഴിച്ചാൽ അത് സെയിലായില്ലെങ്കിലാണ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആകുന്നത്. ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ ഇത്ര കലോറിക്ക് മേളിൽ കഴിച്ചിട്ട് അത് സെയിലാകുന്നില്ലെങ്കിൽ ബോഡിയിൽ ഡെപ്പോസിറ്റായി ബഹുവിധ രോഗങ്ങൾക്കുടമയാകും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ്റെ ജോലിഭാരം എത്രത്തോളം കാഠിന്യമുള്ളതാണോ അതിനനുസരിച്ച് അവിടുത്തെ ഭക്ഷണ രീതികളിൽ മാംസാഹാരങ്ങളോ മറ്റാഹാരങ്ങളോ അവൻ ഉപയോഗിക്കാം. നേരെ മറിച്ച് ജോലിഭാരം ശരീരം അനങ്ങാതെയുള്ള ജോലിയാണെങ്കിൽ അവൻ സാത്വിക ഭക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവിടെ കിട്ടുന്നത് മാംസാഹാരങ്ങളാണ് കൂടുതലെങ്കിൽ അവൻ അതിനെ മിതത്വം പാലിക്കുകയും അവൻ്റെ എക്സർസൈസ് കാര്യങ്ങൾ അവൻ ചെയ്യുകയും ചെയ്യണം. ജിമ്മിൽ പോയി നമ്മൾ ബലപ്പെടുത്തുന്ന ആൾക്കാരാണ് കൂടുതലെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു ഭാഗമുണ്ട്, കൈവീശ് നടന്ന് നോക്കിക്കുകയും. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ നടന്നൊന്ന് നോക്കിക്കേ. ആ 1 മണിക്കൂർ നടന്ന് നിങ്ങളൊരു 30 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പല ഡിസ്ക് ബഡ്ജ് കേസുകളും ഇപ്പോഴും അവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നിന്ന് എൻ്റെ കൂട്ടത്തിൽ വാഹനത്തിൽ കയറിക്കോ, ഉടൻ സർജറി വേണമെന്ന് പറഞ്ഞ ഡിസ്ക് പ്രൊലാപ്സായ കേസുകൾ അവിടെ കിടപ്പുണ്ട്. 5-ാമത്തെ ദിവസം അവരേറ്റ് നടക്കുന്നുണ്ട്. നടന്നേക്കരുത്, തലയണ വയ്ക്കരുത് എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി സർജറി ചെയ്തില്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളേറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് അനുസൃതമായി ഭക്ഷണങ്ങളെ തിരഞ്ഞെടുക്കുക. നല്ല എക്സർസൈസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ശരീരം അനങ്ങിയാൽ നമ്മൾ രോഗികളാകില്ല. പണിയെടുക്കണം. എന്നാൽ ഇനി നടന്നേക്കാൻ വൈദ്യരെ എന്ന് പറഞ്ഞ് നാളെ തൊട്ട് നടക്കുകയല്ല വേണ്ടത്. നടക്കുന്ന കൂട്ടത്തിൽ അവനവൻ്റെ വീട്ടിലെ ഏത് മേഖലയിൽ നിങ്ങൾ വർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ, മുറ്റമടിക്കാം, പാത്രം കഴുകാം, പോർച്ച് കഴുകാം, വണ്ടി കഴുകാം, തറ തുടയ്ക്കാം, എന്ത് പണികളും ആർക്കും, ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ചെയ്യാം. നിങ്ങൾ അനങ്ങിയാൽ നിങ്ങളുടെ ശരീരത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കലോറി, ഫാറ്റ് ഉറപ്പായിട്ടും സെയിലായിരിക്കും. ഒരിക്കലും രോഗികളായില്ല. ഞാൻ വിറക് കയറാറുണ്ട്, വെള്ളം കയറാറുണ്ട്. സ്റ്റാഫുകൾ പാത്രം കഴുകുമ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ പാത്രം കഴുകും. രാവിലെ 50 കിലോ ഉള്ള ചവനപ്രാശം ഉണ്ടാക്കാൻ വെച്ചിരുന്ന 50 കിലോ ഉള്ള ശർക്കര എൻ്റെ ഇന്ന് വന്ന വണ്ടിയിലാണ് കിടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ ഇന്നോവ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും തിരക്കുള്ള വഴിയാണ്, ചെറിയ വണ്ടിയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ ഗിയറാണ്, ഓടിച്ച് മടുക്കയിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഡ്രൈവറും ഇല്ല, ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ അതിനകത്ത് കിടന്ന് 50 കിലോ ശർക്കര ഞാൻ ഇന്നെടുത്ത് തോളയിൽ വെച്ചിട്ട് ഞാൻ മരുന്ന് വരെ കൊണ്ടുവച്ചു. തിരിച്ചു വന്നപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി, അതെടുക്കാൻ ഈ 57 വയസ്സിലും എനിക്ക് ആരോഗ്യമുണ്ട്. ഒറ്റയ്ക്ക് 50 കിലോ ശർക്കര എടുത്ത് തോളത്ത് വയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കുന്നത് കൊണ്ടാണ്. ഒരാരോഗ്യവും നിങ്ങൾക്ക് ക്ഷയിക്കില്ല. നിങ്ങൾ പണിയെടുക്കണം, ശരീരം അനങ്ങണം. ഒരു ദിവസം ചുമ്മാ ഇരിക്കരുത്. 80 വയസ്സായി, ഞാൻ കിളവനായി, ഞാൻ ഇനി മണ്ണിലേക്ക് പോകാറായി, എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ചുരുളരുത്. നടക്കണം. ഒരു പ്ലാവല എടുത്ത് മറിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലാവല എടുത്ത് മറിച്ചിട്ടോ നിങ്ങൾ ഒരാശുപത്രിയിലും പോകേണ്ടി വരികയില്ല. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും നിലത്ത് ചമ്രം പടഞ്ഞിരുന്നോ നിങ്ങളുടെ മുട്ടിന് തേയ്മാനം ഉണ്ടാകുകയില്ല, നടുവേദനയും ഉണ്ടാകുകയില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോ.
നിങ്ങൾ ഏത്തമിടിയിലൊക്കെ ഈ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുട്ടിനെ നടുവിനെയൊക്കെ സംരക്ഷിക്കാനാണ്, അല്ലാതെ വിഘ്നേശ്വരന് തൃപ്തി വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കഥ മാത്രമാണ്. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏത് ദേശത്ത് പോയാലും ആ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്താണോ കഴിക്കാൻ ലഭിക്കുന്നത് അതിൻ്റെ അളവിന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവിടെ എന്ത് ഭക്ഷിച്ചാൽ എങ്ങനെ നമ്മുടെ ബോഡിയിൽ കളക്ഷൻ ആകും, എത്ര നമ്മൾ ഡെപ്പോസിറ്റ് ആകും, അതിനെങ്ങനെ സെയിലാക്കണമെന്ന് ആ വ്യക്തി തീരുമാനിച്ചാൽ മതി. ഏത് ഭക്ഷണവും എവിടെയും പോയി നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ശരീരം വർക്കൗട്ട് ചെയ്യണം, സെയിലാക്കണം. 5 കിലോ കഴിച്ചിട്ട് 4 കിലോയെങ്കിലും സെയിലാക്കിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു നല്ല വിശപ്പുണ്ടാകും. നന്നായിട്ട് വിശക്കുന്നുണ്ടോ, കൃത്യമായിട്ട് യൂറിൻ പോകുന്നുണ്ടോ, കൃത്യമായിട്ട് മോഷൻ പോകുന്നുണ്ടോ, അവൻ രോഗിയല്ല. എന്ത് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ടോ, അരിപ്പലഹാരങ്ങൾ, ഉരുളക്കിഴങ്ങോ പരിപ്പോ കാന്താരിയോ പച്ചക്കപ്പയോ എന്ത് കഴിച്ചാലും നെഞ്ചരിച്ചിലോ പുളിച്ചിതോട്ടല്ലോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രോഗിയല്ല. അപ്പം കഴിച്ചിട്ട് നെഞ്ചരിയുന്നുണ്ടോ, പുട്ട് കഴിച്ചിട്ട് നെഞ്ചരിയുന്നുണ്ടോ, പച്ചക്കപ്പ കഴിച്ചിട്ട് നെഞ്ചരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രോഗിയാണ്. എല്ലാ രോഗങ്ങളും ഉരുത്തിരിയുന്നത് ഉദരത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചോ, വൈദ്യരത്നം PS വാര്യരുടെ ഒരു ഗ്രന്ഥത്തിൽ ആധികാരികമായി പറയുന്നുണ്ട്, ഉദരം ശുദ്ധമായിരുന്നാൽ അവൻ രോഗിയല്ല എന്ന്. നിങ്ങൾ എത്ര പേർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമെന്ന് നോക്കിക്കോ. 5 സ്റ്റാർ ഹോട്ടലിലെ പോലെ 5 പേരുണ്ടെങ്കിൽ 5 തരം ഭക്ഷണങ്ങളാണ് ഓരോ വീട്ടിലും. വീട്ടിൽ കപ്പ വെച്ചാൽ അച്ഛന് കപ്പ പറ്റത്തില്ല, അമ്മയ്ക്ക് പുട്ട് പറ്റത്തില്ല, അവനാണെങ്കിൽ ഇടിയപ്പം പറ്റത്തില്ല, അവന് പൊറോട്ടയും പറ്റുള്ളൂ, അല്ലെങ്കിൽ അവന് ചിക്കനേ പറ്റുള്ളൂ എന്ന് പറയുന്നവരാണ് നമ്മൾ. എല്ലാ ഭക്ഷണവും കഴിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുത്താൽ മാത്രം മതി. ശരീരം അനങ്ങിയാൽ ഞാൻ പറയുന്നു രോഗികളല്ല. കുളിക്കുന്നതിന് സമയം കൂട്ടുക, വെള്ളം ധാരയായി ഒഴിച്ച് കുളിക്കുക, നേത്ര സംവിധാനത്തിൽ ഒരു കാരണവശാലും ഇടർച്ചകൾ വരില്ല. മനസ്സിനെ ശാന്തമാക്കിയിരുന്നാൽ നിങ്ങൾ രോഗികളെ ആകില്ല. മനസ്സിന് സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഭവനങ്ങളിലാണ്. ഞാൻ പോരെ, ഇനി എന്തെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ പേട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ രോഗം വരുന്നത്, പ്രത്യേകിച്ചും സെക്ഷൽ ഡിസോർഡേഴ്സാണ് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം ആനന്ദകരമാക്കാൻ, നമ്മുടെ ഭവനങ്ങളെ സജ്ജമാക്കാൻ ഇന്ന് ലഭിച്ചിരിക്കുന്ന ചെറിയ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ചാത്തന്നൂർ SNDP യൂണിയൻ്റെ സെക്രട്ടറി, പ്രസിഡൻ്റ് അടക്കമുള്ള ആൾക്കാർ എടുത്ത തീരുമാനം നിങ്ങൾക്കത് ഹിതമാണെന്ന് തോന്നിയാൽ, സാധാരണ ഏതെങ്കിലും ഒരു മക്കളുടെ കല്യാണത്തിന് ഗാനമേളയും ഡപ്പാങ്കൂത്തും കഥകളിയൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹം തീരുമാനിച്ച ഒരു ക്ലാസ് തന്നെ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മണ്ണിൽ എല്ലാ യൂണിയനുകളിലും അത് നടപ്പാക്കാൻ സാധിക്കട്ടെ. വിവിധ മഹത്തുക്കളെ വിളിച്ച് ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങിന് മുന്നോടിയായിട്ട് 10 സജ്ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വേദികൾ വയ്ക്കുന്നതാണ് ഹിതമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. ഭഗവാന്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും അത് തന്നെയാണ്. ഗ്രാമാന്തരങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പ്രസംഗ പരമ്പരകൾ നടത്തി ജനങ്ങളെ അവബോധമുണ്ടാക്കുന്നവരാക്കി മാറ്റണമെന്നുള്ള ഭഗവാന്റെ ദർശനങ്ങൾക്ക് പ്രസക്തി നൽകുന്നതാണ് ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ അങ്ങെടുത്ത തീരുമാനം. അങ്ങേക്ക് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒപ്പം എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും, ചാത്തന്നൂർ SNDP യൂണിയൻ ഭാരവാഹികൾക്കും, വിശിഷ്യ കുറച്ച് കുട്ടികൾ, അതായത് പ്രീ മാരേജ് കൗൺസിലിൽ വന്ന ചുരുക്കം ചില കുട്ടികൾ മാത്രം അവസാനം വരെ അവർ ഇരുന്നു. കുറച്ച് പേർക്ക് അച്ഛനും അമ്മയുടെയും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ദഹിക്കാതെ വന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മയൊക്കെ ഒരു പഴഞ്ചൻ കഥാപാത്രമാണെന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ചോറ്റാനിക്കര അമ്മയെക്കാളും അല്ലെങ്കിൽ അയ്യപ്പനേക്കാളും ഏതിനേക്കാളും ആദ്യം നമ്മൾ പൂജിക്കേണ്ടതും ഭജിക്കേണ്ടതും പാദം തൊട്ട് നമസ്കരിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ ഒരു ഈശ്വരൻ്റെയും അനുഗ്രഹം വരില്ല എന്ന് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം മാതാപിതാക്കൾ, അതിനുശേഷം ദൈവങ്ങളുടെ സമീപത്തേക്ക് നിങ്ങൾ പോവുക. ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളുടെ ഇത്രയും നല്ല സജ്ജനങ്ങളുടെ മുന്നിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചതിനിടയ്ക്കുക നമ്മുടെ യൂണിയൻ്റെ ആരാധ്യനായ സെക്രട്ടറി, പ്രസിഡൻ്റ് അടക്കമുള്ള ആൾക്കാരോടും വിശിഷ്ട നിങ്ങളോടുള്ള നന്ദി കടപ്പാടം അറിയിക്കുന്നു. ഒപ്പം ഹിന്ദുയിസം ചാനൽ പ്രവീണും നമ്മുടെ അനീഷ് ഗുരുപദം ചാനലിൻ്റെ അനീഷിനോടും എനിക്കുള്ള നന്ദിയും കടപ്പാടം അറിയിക്കുന്നു. എന്നിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രം എടുക്കുക. ഒരു പാടത്ത് നിന്നും ധാന്യം കൊയ്താൽ അതിൽ പതിരുണ്ടാകാം, ധാന്യമുണ്ടാകാം. വൈദ്യർ പറഞ്ഞതിൽ എല്ലാം ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. നിങ്ങൾക്ക് ധാന്യത്തെ സ്വീകരിക്കുക, പതിരിനെ നമ്മൾ പണ്ട് കാലത്ത് പേറ്റിക്കളയുന്നത് പോലെ ആവശ്യമില്ലാത്തത് പേറ്റിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഈ മഹാനുഭാവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചാത്തന്നൂരിലുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, ലോക സമസ്ത സുഖിനോ ഭവന്തു.